Good morning. Good morning, ma'am. Good morning. Good morning. Good morning. Okay, please, we can start. നിങ്ങൾ prayer ഒക്കെ കഴിഞ്ഞോ? Okay. Yeah. Please. Good morning, ma'am. Good morning, friends. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീണയ്ക്ക് കുടികൊള്ളും സത്യമേ ശരണം നീ ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാം. താങ്ക് യു മാം. പറയട്ടെ മാം. Good morning, ma'am. Be happy in the moment, that's enough. Each moment in all we need, not more. Mother Teresa. Thank you, ma'am. From Northborough. Okay. Anything else? ഇതുണ്ടോ സൈനിങ്? സൈനിങ് ഉണ്ടോ? ഓക്കെ ഫൈൻ. നിങ്ങളുടെ സൈനിങ് ഇപ്പൊ എല്ലാ ക്ലാസ്സിലും അങ്ങനെ പ്രസന്റ് ചെയ്തില്ല മാം. എല്ലാവരും ഓരോ ഡ്യൂട്ടിയിലാണ്. അപ്പൊ പ്രിപ്പയർ ചെയ്ത് വന്നവർ മാത്രമാണ് അങ്ങനെ ചെയ്യാറുള്ളൂ. Good morning. Yes, please. Good morning, ma'am. Good morning. Good morning. ഓക്കെ ഫൈൻ. എനിക്ക് ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്യണം. നിങ്ങളുടെ റെക്കോർഡ് റൈറ്റിംഗ് എവിടെ വരെയായി? മീൻസ് ഞാൻ തന്ന ഡീറ്റെയിൽസ് എവിടെ വരെയായി? നിങ്ങൾ എഴുതാൻ തുടങ്ങിയിട്ട് എവിടെ വരെയായി? സ്റ്റാറ്റസ് ഒന്ന് പറയാമോ? മൂന്നാമത്തെ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് മാം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും എനിക്ക് തോന്നുന്നു തേർഡ് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മിക്കവരും. ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, തിരക്കരുന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. മിക്കവരും സ്റ്റോറി ഒക്കെ എഴുതി എത്തിയിട്ടുണ്ട്. സെക്കൻഡ് വരെയും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. തേർഡ് കംപ്ലീറ്റ് ചെയ്തു. ജ്യോതി ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ മാം. വർക്കിംഗ് ആണോ? ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്നാലും ജസ്റ്റ് ഒരു 30 മിനിറ്റ്സ് എങ്കിലും ദിവസം ഒന്ന് സ്പെയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണേ. വേറൊന്നും കൊണ്ടല്ല, ഇത്രയും ബാച്ചിന്റെ വൈവ് കഴിഞ്ഞു പോയപ്പോ കിട്ടിയ ഒരു ഫീഡ്ബാക്ക് കൊണ്ട് പറയാണ് ഭയങ്കരമായിട്ട് ഹറിബറി ആവുന്നു. നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ധൃതി പിടിച്ചാൽ നമുക്കത് ഒട്ടും നേരെയാവില്ല. ആരും എന്നോട് പറഞ്ഞല്ലോ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന്. ടെൻഷൻ ആവുന്നു. ടെൻഷൻ പിടിച്ചാൽ നമുക്ക് ഒട്ടും അത് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു മെഡിറ്റേഷനോ പ്രയറിന്റെ കൂടെയോ എന്താന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തിട്ട് സമാധാനമായിട്ടിരുന്ന് എഴുതണം. എന്നാൽ മാത്രമാണ് അതിനൊരു റിസൾട്ട് വരുള്ളൂ. പിന്നെ ഞാൻ 4th റെക്കോർഡിന്റെ ഡീറ്റെയിൽസും തരാമെന്ന് വിചാരിച്ചിരിക്കുക. കാരണം എനിക്ക് കുറെ മെസ്സേജ് ഏതൊക്കെ ബാച്ച് ചെയ്യുന്ന ഒരു പിടി ഇല്ലാണ്ടിരിക്കുക. ഞാൻ ആ ഒരു തുടങ്ങി മിസ് ഏകദേശം 1 month എടുത്തു കഴിയാൻ. യെസ്, ചില റെക്കോർഡ്സിന് നമുക്ക് സമയം എടുക്കും. അപ്പൊ 4th മാം ഇപ്പൊ തന്നാ നമുക്ക് 3rd കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ അവർക്ക്? അതുകൊണ്ടാണ്. കാരണം എന്നോട് പേഴ്സണലി ഒക്കെ ആരൊക്കെയോ 4th ഡീറ്റെയിൽസ് ചോദിക്കണം. അപ്പൊ എനിക്ക് എല്ലാം ഒരു ബാച്ചിൽ നിന്നല്ലേ, പല ബാച്ചിൽ നിന്നൊക്കെ വരുമ്പോ നമുക്ക് ആരാ ഏതാ പറഞ്ഞതെന്ന് ചോദിച്ചതൊന്നും ഓർമ്മയിട്ടില്ല. പിന്നെ ജോലിക്ക് പോണവർക്ക് ഇരുന്ന് എഴുതാം, നേരത്തെ കിട്ടുവാണെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ മെസ്സേജ് കേട്ടിട്ട് പിന്നെ മറുപടി കൊടുക്കാന്ന് വിചാരിക്കും. അതാണ് എനിക്ക് പറ്റുന്ന ഒരു തെറ്റ്. ഞാൻ ചിലപ്പോ ക്ലാസ്സിലേക്ക് കയറുന്ന വഴിക്കായിരിക്കും മെസ്സേജ് കേട്ടോണ്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ അതങ്ങ് വിട്ടു. അപ്പൊ ഞാൻ 4th റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് അങ്ങ് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. കാരണം ഞാൻ ഇത് പറയാൻ കാരണം, ഈ ലാസ്റ്റ് മൊമെന്റ് വൈവ വച്ചിട്ട് വൈവ കംപ്ലീറ്റ് ആകും. ഒരു കുട്ടിയുടെ കംപ്ലീറ്റ് ആകാൻ വൈകുമ്പോ തന്നെ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും എല്ലാവരുടെയും ഡിലേ ആകും. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് അത് പ്രിപ്പയർ ചെയ്യുന്ന ടീമിൽ നിന്ന് അവരുടെ ഒരു റിക്വസ്റ്റ് വന്നു, നേരത്തെ ആക്കാൻ പറ്റുമോ?
പക്ഷെ വൈവ നമുക്ക് നേരത്തെ ആക്കണമെങ്കിൽ നമ്മുടെ ഈ പ്രാക്ടിക്കൽ വർക്കുകളെല്ലാം കഴിയുകയും വേണം. നമ്മൾ മോഡ്യൂൾ 3 എടുക്കണം, പ്രാക്ടിക്കൽ സെഷൻ കഴിയണം. ഞാനിപ്പോ ഇങ്ങനെ അത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതായത് പാർട്ട് 3യുടെ പാരലലി തന്നെ പ്രാക്ടിക്കലും കൂടെ ചെയ്യുവാണെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നവർക്ക് എളുപ്പമാണ്. നമുക്ക് വൈവ നേരത്തെ നടത്താനായിട്ട് പറ്റും. വൈവ കഴിഞ്ഞ് പതുക്കെ നിങ്ങൾക്ക് തിയറി എക്സാം പതുക്കെ മീൻസ് പാർട്ട് 4 അങ്ങ് കഴിയുമ്പോഴേക്കും തിയറി എക്സാം നടത്തിയാൽ മതിയല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ നോക്കുവാണ്. അപ്പൊ അതിന് പറ്റുന്ന ബാച്ചുകൾ നിങ്ങളുടെ വരുന്നത്. ഇപ്പൊ 4, 5 വരെ ഏകദേശം ആയല്ലോ. 6ഉം 7ഉം ഒരുമിച്ച് പോവുക. 9 നിങ്ങളെക്കാൾ മുമ്പിലായി. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. 9 ഞാനിപ്പോ പാർട്ട് 3 എടുക്കുക. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോ പാർട്ട് 2 തന്നെ നിൽക്കുകയല്ലേ. അതെനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചിരി ഉഴപ്പിയതിന്റെ പ്രശ്നമാണെന്നൊരു ഡൗട്ട്. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലിടയ്ക്ക് വരാറില്ലല്ലോ. എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന കറക്റ്റ് നിങ്ങളുടെ ക്ലാസ്സുള്ള ദിവസമായിരിക്കും. ഓക്കെ, അത് സാരില്ല. നമുക്കത് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് നൈറ്റ് ഒക്കെ സെഷൻ വെക്കാം. നൈറ്റ് ആകുമ്പോൾ കുറെ കൂടെ ആളുകൾ കയറും തോന്നും. വേണ്ടേ? നൈറ്റൊന്നും വേണ്ടേ? PG ക്ലാസ് ഉണ്ട്. എന്ത് ക്ലാസ് ഉണ്ട്? PG ബുധൻ വ്യാഴം പറ്റില്ലല്ലോ. ആ ഓക്കെ. കാരണം ഇന്നും നാളെ ഞാൻ നൈറ്റ് 6, 7 ഞാൻ ഒരേ ടോപ്പിക്സ് എടുക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് അവരെ ഒരുമിച്ചാണ്, നാളെ ഉച്ചയ്ക്കും അവർ ഒരുമിച്ചാണ്, ഇന്ന് രാത്രിയും അവരുമായിട്ട് ഒരുമിച്ചിരിക്കും, നാളെ രാത്രി ഇരിക്കും അവരുടെ പോർഷൻ തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മിസ്, നമ്മൾ മൈം എഴുതുന്നത് നമ്മുടെ കുട്ടികളുടെ ഡെയിലി ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ മൈമായിട്ട് എഴുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും എഴുതാം. പക്ഷെ മൈമിന് നമ്മളൊരു സ്റ്റോറി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണം, അത് ആക്ഷൻസിലൂടെ കാണിക്കുമ്പോൾ മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ്, ഒരു തീം നിങ്ങൾ എടുത്താൽ മതി. ഹെൽത്തി ഹാബിറ്റ്സ് പറ്റുമല്ലോ, കുഞ്ഞുങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. കാരണം ഈ മൈം നമ്മൾ എത്ര നമുക്ക് ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞാലും ചില മൈമൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മളുടെ ഉദ്ദേശം കുട്ടികളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് പ്രസന്റ് ചെയ്യിക്കുക. അപ്പൊ അതിനനുസരിച്ച് വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ലൊരു മെസ്സേജ് അവർക്ക് കിട്ടുകയും വേണം. എന്തോ എന്താണ് യെസ്, ഫോണിന്റെ ഉപയോഗം അതാണോ? അതന്നെ. തീർച്ചയായിട്ടും എഴുതാം. നൗഫല ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് കോഴിക്കോടോ എവിടെയാ, മലപ്പുറം അവിടെ എവിടെയല്ലേ അവിടുത്തെ കോഴിക്കോട് പറഞ്ഞപ്പോ ഞങ്ങൾക്കത് കിട്ടാൻ ഇച്ചിരി വിഷമായി. കേൾക്കാൻ രസമാണ്, പക്ഷെ ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി ടഫ്. ഓക്കെ, സോ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ മിസ്, അസൈൻമെന്റ് ഇട്ടിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇംഗ്ലീഷിലാണോ എഴുതേണ്ടത് മലയാളമാണോ എഴുതണ്ടേ? ഇതും എനിക്ക് മുനീറ ചോദിച്ചിരുന്നു. ഞാൻ മലയാളത്തിൽ എഴുതിക്കോട്ടെ. നമുക്ക് എക്സ്പ്രസീവ് ആയിട്ട് നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് തന്നെയാണ്. എനിക്കത് മനസ്സിലായി. നിങ്ങളത് മലയാളത്തിൽ നിറയെ എഴുതി വെച്ചോ, പക്ഷെ നമുക്കിവിടെ സബ്മിറ്റ് ചെയ്യാൻ ഇംഗ്ലീഷിൽ തന്നെ വേണം. എന്നോട് വേണമെങ്കിൽ ഷെയർ ചെയ്തോ മലയാളത്തിൽ. ഞാൻ വൈവയ്ക്ക് ഞാൻ അതങ്ങ് ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ളതൊക്കെ പോരട്ടെ. നമുക്കത് കേൾക്കുമ്പോൾ കുറെ ഇനി അതിന് ഡൗട്ട്സ് ഉണ്ടോ? ഗൂഗിളിൽ പോയി ആരെങ്കിലും അന്വേഷിച്ചോ ഇതെന്താന്ന്? ഇല്ല, ഉണ്ടാവില്ല. അത് നമ്മളുടെ ഓരോരുത്തരുടെ നമ്മുടേതായ രീതി തന്നെയല്ലേ എഴുതേണ്ടത്, നമ്മുടെ ലൈഫിലുള്ളതല്ലേ എഴുതണ്ടേ? അതെ അതെ, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ ഇല്ലെങ്കിലോ ഉണ്ടാക്കി എഴുതണം. ഇതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും എല്ലാരും നോന്ന് എഴുതി വെക്കുക. അതാ ചോദിച്ചത്. നോ, എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരുന്നോ? അല്ല, ഇവിടെ സബ്മിഷന്റെ കഴിയും. ഞാൻ ഇംഗ്ലീഷിലേക്ക് ആക്കി കഴിയുമ്പോ ചിലപ്പോ മലയാളത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആവണമെന്നില്ല വരുന്നത്. അതാ പ്രശ്നം. മലയാളം മതി. അതാവുമ്പോ ഒരു നോട്ട് ഫുൾ എഴുതാം. മാം, എന്റെയൊക്കെ ലൈഫിന് 30 വയസ്സ് വരെയും എന്റെ റിമോട്ടൊക്കെ മറ്റുള്ളവരുടെ കയ്യിലായിരുന്നു. ഇപ്പോഴാണ് ഈ 4 വർഷമായിട്ടാണ് എന്റെ കയ്യിലുള്ളത് വന്നത്. ഓക്കെ, ഇത് ഞാൻ വൈവയ്ക്ക് മിക്കവരോടും ചോദിക്കും കേട്ടോ. കാരണം എനിക്ക് അറിയണമല്ലോ ഇവരെന്താണ്, ഇവരെ പേഴ്സണലി ഇവരുടെ ആരെങ്കിലും അങ്ങ് ഏൽപ്പിച്ച് ഇവരിങ്ങനെ പാവങ്ങളായി ജീവിക്കുവാണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം. ഇത് തന്നെ ആരുടെ ഫാമിലി ലൈഫിൽ പ്രശ്നം ഉണ്ടാവല്ലേ? ഓൾമോസ്റ്റ് എല്ലാരും അങ്ങനെ തന്നെയല്ലേ മിസ്സേ? ഒരു ഏജ് വരെ എല്ലാരും കയ്യിലായിരിക്കില്ലേ റിമോട്ട് കൺട്രോള്? അതെ അതെ. ഇപ്പോഴും നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് പറ്റുന്നില്ലല്ലോ.
ചില സമയത്ത് ആരുടെയൊക്കെയോ കയ്യിലായി പോവാറുണ്ടല്ലോ. അത് ഡിപ്പെൻസ് ആ ഒരു റിലേഷൻഷിപ്പിലെ ആ ഒരു തീവ്രതയൊക്കെ അനുസരിച്ചിരിക്കും. അതെനിക്ക് തോന്നുന്നു കൂടുതൽ കല്യാണം കഴിഞ്ഞ ശേഷമായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ഫിനാൻഷ്യലി ഫ്രീഡം ഇല്ലാത്തവർക്കാണ് ആ പ്രശ്നം കൂടുതൽ, ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ. പിന്നെ വേറൊരു വേർഷനും കൂടെ അതിനുണ്ട് കേട്ടോ. അതായത് ഇപ്പം നമ്മൾക്ക് ഭയങ്കര ഹാപ്പി മൊമെന്റിൽ നമ്മൾ ഇരിക്കുവാന്ന് വിചാരിച്ചോ, പക്ഷെ പെട്ടെന്നായിരിക്കും നമ്മളുടെ വളരെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാള്, നമ്മളുടെ ഒരു സുഹൃത്തിനൊരു വിഷമം വരുമ്പോ നമ്മളുടെ ആ ഹാപ്പിനെസ് നമ്മൾ മറന്ന് നമ്മൾ സങ്കടപ്പെടും. അത് വേറൊരു സൈഡാണ്. അവിടെ വേറൊരാള് കൺട്രോൾ ചെയ്യല്ല, ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു. ആളുടെ സങ്കടത്തിൽ നമ്മളും ചേരുന്നു, നമ്മൾ എംപത്തറ്റിക് ആവുന്നു. അത് വേറെ വേർഷൻ. ഇങ്ങനെയും വരാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എവിടെ പോകണം വേറൊരാളെ തീരുമാനിക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മുടെ സുരേഷ് ഗോപി ഗംഗെ നീ ഇന്ന് പോണ്ടെന്ന് പറയുന്ന പോലെ ആ ഒരു ഫീൽ ഇല്ലേ, ലൈക്ക് ആ ഒരു ഇത് വരും. നമ്മൾ പോണെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴേക്കും പോവരുത് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പിന്നെ അങ്ങോട്ട് നാഗവല്ലി ആകാനുള്ള പക്ഷെ അന്നേരം ഞാള് നാഗവല്ലി ആവും. അതാണ്. എഴുതിക്കോളൂ, നിറയെ മലയാളത്തിൽ എഴുതി വെച്ചോളൂ. ബട്ട് അതിന് 2-3 പോയിന്റ്സ് എടുത്ത് നിങ്ങളൊന്ന് സബ്മിറ്റ് ചെയ്യൂ. കാരണം മലയാളം സബ്മിഷൻ കാണുമ്പോഴേക്കും നമ്മളുടെ വാല്യൂ ചെയ്യുന്ന ടീം വേഗം എന്നെ കോൺടാക്ട് ചെയ്യും. ഇതെന്താ ടീച്ചർ, ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കും. പിന്നെ ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കട്ടെ. നിറയെ എഴുതി വെക്കൂ. വൈവ ടൈമിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിരിക്കും. ക്വസ്റ്റ്യൻ അല്ല, ഐ ജസ്റ്റ് വാണ്ട് ടു ഹിയർ ഫ്രം യു. നിങ്ങളിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. എന്റെ വൈവയില് ക്വസ്റ്റ്യൻ ഒന്നുമില്ല കേട്ടോ. ആദ്യം എന്നോടായിരിക്കും ചോദിക്കുക, ഞാൻ അന്ന് ലീവ് ആയിക്കോട്ടോ മിസ്സേ. വൈവയ്ക്ക് എങ്ങനെയാ ലീവ് ആകുന്നേ? നിങ്ങൾ പിടിച്ചുകൊണ്ട് നിർത്തുമല്ലോ. എന്നാ കോഴ്സിനെ ലീവ് ആവേണ്ട വരും. ഓക്കെ, ഞാൻ 4th റെക്കോർഡ് ചെയ്യാം. മിസ്, ഈ വൈവിക്ക് ചോദിക്കുന്നതേ എന്താണ്, നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളും അതൊക്കെ തന്നെയാണോ? നമ്മളിപ്പോ ആക്ടിവിറ്റി ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ പ്രാക്ടിക്കൽ സെഷൻസ് ഇല്ലേ, നിങ്ങൾക്ക് സ്പ്ലിറ്റപ്പ് വന്നിട്ടില്ലേ, ഒരു PDF വന്നിട്ടില്ലേ, സബ്ജക്റ്റിന്റെ ഡിവിഷനും പ്രാക്ടിക്കലിന്റെ ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടില്ല? ഇല്ല ഇല്ല മാം, തന്നിട്ടുണ്ടോ? ക്ലാസ് റൂമിലുണ്ട്. ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, ഓരോ സബ്ജക്റ്റിനും എത്രയാണ് തിയറിയുടെ മാർക്ക്, പ്രാക്ടിക്കൽ എന്തൊക്കെയാണ്, ഓരോന്നിനും അത് അതിൽ പ്രാക്ടിക്കൽ സെഷൻ ഇല്ലേ? പ്രാക്ടിക്കൽ സെഷൻ നോക്കുമ്പോ ഡിപ്ലോമ PGക്ക് കോമൺ ആയിട്ട് 5 സെഷനും PGക്ക് എക്സ്ട്രാ ഒരു സെമിനാറും അങ്ങനെയാണ് വരുന്നത്. 6 എണ്ണാണ് പ്രാക്ടിക്കൽ. 600 മാർക്കാണ് PGക്കാർക്ക് പ്രാക്ടിക്കൽസിന് വരുന്നത്. ഡിപ്ലോമക്കാർക്ക് 500 മാർക്ക് കിട്ടും. വൈവ അറ്റൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. വൈവ കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്യില്ല. അല്ലെങ്കിൽ മിനിമം മാർക്ക് ഇട്ട് പോകാനായിട്ട് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. മിനിമം മാർക്ക് 36 മാർക്കാട്ടോ 100-ൽ. ഞാൻ വൈവയുടെ കാര്യം പറയണേ. മീൻസ് തിയറിക്കും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. മിനിമം മാർക്ക് 36 ആണ്. മിനിമത്തിലേക്കൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. വൈവ അറ്റൻഡ് ചെയ്താൽ ആ മിനിമത്തിൽ നിന്ന് എന്തായാലും മുകളിലേക്ക് കയറാനായിട്ട് പറ്റും. ഓക്കെ, ചോദിക്കുന്നത് നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനകത്ത് ആ സെഷനിൽ ഡിവിഷൻ കൊടുത്തിരിക്കുന്നത് ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവ എന്നാണ്. അതായത് ടീച്ചിങ് പ്രാക്ടീസിന് പോയവർക്കേ അവിടെ മാർക്കുള്ളൂ എന്നല്ല. ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവർക്ക് പല പല ജെന്യുവൻ റീസൺ കൊണ്ടാണല്ലോ ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റാത്തത്. അപ്പൊ അവരോട് ഒരു കാര്യം പറഞ്ഞിട്ട്, എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ബഹറിലാണ്, എനിക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ അങ്ങനെ അലൗഡ് അല്ല. മനസ്സിലായി. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവരെ ആ വൈവ ടൈമിൽ 2 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യിക്കും. അവർക്ക് അങ്ങനെ ഒരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അവരോട് ഇമാജിൻ ചെയ്യാൻ പറയും. മുന്നിൽ കുട്ടികളാണ് ഇരിക്കുന്നത്, നമ്മളൊരു ടോപ്പിക് അങ്ങ് പറയും. ഒന്നുകിൽ കുട്ടികളെ ഹെൽത്തി ഹാബിറ്റ്സ് പഠിപ്പിക്കും, അല്ലെങ്കിൽ അവരെ നമ്പേഴ്സ് പഠിപ്പിക്കൂ, ആൽഫബറ്റ്സ് പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾ ഒട്ടും മടിക്കാതെ വളരെ പ്രോംപ്റ്റ് ആയിട്ട് അത് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന്റെ മാർക്ക് അവിടെ കിട്ടി. ഞാൻ ട്യൂഷൻ ഒക്കെ എടുക്കുന്നുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അതാണ് അറിയേണ്ടത്. ഈ പ്രാക്ടീസിന് പോയവരോട് അവരോട് ചോദിക്കും, എത്ര ദിവസം, ഏത് ക്ലാസ് ആയിരുന്നു, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു. ടീച്ചേഴ്സായി വർക്ക് ചെയ്യുന്നവരുണ്ട്, അവരോട് ചോദിക്കും. മോണ്ടിസോറി മെത്തേഡ് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ എങ്ങനെ അത് അവിടെ
അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് ഇതിൽ മാറ്റങ്ങൾ വന്നോന്ന്. ഒരു ട്യൂഷൻ എടുക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ. ട്യൂഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളായി, 14-15 വർഷമായി 3rd ബാച്ചിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ആള് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടില്ല, ട്യൂഷൻ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ അത് വെച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അത് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടാണ് എടുക്കുന്നത്, കുറച്ച് കുട്ടികളെ വീട്ടിൽ അങ്ങനെയല്ല, 2 നേരം ഏതോ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്, കുറെ കുട്ടികൾ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ്. അപ്പൊ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, പാരന്റ്സിനും ഈ മോണ്ടിസോറി മെത്തേഡ് അപ്ലൈ ചെയ്തോന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്താന്ന് വെച്ചാൽ, പാരന്റ്സിന് കുട്ടികൾക്കും എന്നെ ഇപ്പൊ പണ്ടത്തെക്കാളും ഇഷ്ടമാണ്. മറ്റേത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കുട്ടികളുടെ അടുത്ത്, അവരെ പണിഷ് ചെയ്യുമായിരുന്നു. അപ്പൊ അതൊക്കെ മാറി. അപ്പൊ കിട്ടിയ ഒരു ഫീഡ്ബാക്ക് അതാണ്. അപ്പൊ എനിക്ക് അവരത് ആ മെത്തേഡ് അവർ മനസ്സിലാക്കി, മെത്തേഡ് അവർ അപ്ലൈ ചെയ്തു, അപ്പോഴല്ലേ ആ ഒരു റിസൾട്ട് വന്നേ. അപ്പൊ അവർക്ക് മാർക്ക് കൊടുക്കുന്നതിൽ എനിക്ക് ഒരു വിഷമവും തോന്നിയില്ല. അപ്പൊ അത് ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ ആണ് നമ്മുടെ 100 മാർക്ക്. അതിൽ 50 മാർക്ക് ടീച്ചിങ് പ്രാക്ടീസിന് വീഴും, ബാക്കി 50 മാർക്ക് എന്ന് പറഞ്ഞാൽ ഓവറോൾ പെർഫോമൻസ് വൈവല്ലേ കേട്ടോ. യെസ്, കുട്ടികളുടെ ഒപ്പം പോകാൻ മോണ്ടിസോറി മെത്തേഡ് ഹെൽപ്പ് ആകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ വരേണ്ടത്? നിങ്ങളുടെ കംഫർട്ടബിൾ ലാംഗ്വേജ്, നിങ്ങൾ ഇംഗ്ലീഷിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഇംഗ്ലീഷിൽ മുഴുവൻ ചെയ്യും. നിങ്ങൾ മലയാളത്തിലാണ് പിന്നെ അല്ലെങ്കിൽ മിക്സഡ് ലാംഗ്വേജിലാണെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങളുടെ കംഫർട്ടബിൾ ലാംഗ്വേജ് ആണ്. കാരണം അവിടെ വന്നിട്ട് നമുക്ക് പറ്റാത്ത ഒരു കാര്യം സ്ട്രഗിൾ ചെയ്യണ്ട, ബട്ട് നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ ഇമ്പ്രൂവ് ആക്കണം. പിന്നെ മലയാളത്തിൽ എന്ന് പറയുമ്പോൾ കൊളോക്കിയലായിട്ട് ഒരിക്കലും പ്രസന്റ് ചെയ്യരുത്, നല്ല രീതിയിൽ തന്നെ. നമ്മളൊരു എന്താ പറയുക, ഒരു വാലുവേഷൻ നടക്കുവാണല്ലോ, അപ്പൊ ആ മലയാളം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യണം. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൊളോക്കിയൽ അല്ലല്ലോ ഉപയോഗിക്കുന്നത്, ആ ഒരു രീതിയിൽ. പിന്നെ അപ്പൊ ആ സെഷൻ അതാണ്, 100 മാർക്ക് അവിടെ അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത അസൈൻമെന്റും സർവേയും എല്ലാം റെഡി ആയിരിക്കണം. വന്നിട്ടാണോ അത് ഓൺലൈൻ ആയിട്ടാണോ? ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളുടെ ഗൂഗിൾ മീറ്റിൽ ഫേസ് ടു ഫേസ് ആണ്, റെക്കോർഡിംഗ് ഇല്ല. നമ്മൾ മാത്രം നല്ലൊരു പ്രൈവസി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലായിരിക്കും. ഇതുപോലെ എല്ലാവരും ഉണ്ടാവുക, നമ്മൾ ഒറ്റക്കായിരിക്കോ? 1 to 1 ആണ്. മാമാണോ ഞങ്ങളെ ചെയ്യിക്കുക? അത് പറയാൻ പറ്റില്ല, ഞാൻ മാത്രല്ല, കാരണം ഇത്രയും പേരെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പെട്ടപ്പായി പോവില്ലേ. നിങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവും, ഇംഗ്ലീഷ് ഒഴിച്ച്. അപ്പൊ നമ്മൾ എഴുതിയ റെക്കോർഡൊക്കെ എങ്ങനെയാണ്? നമ്മളിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാൻ പറ്റാത്തവർക്ക് എന്താ ചെയ്യേണ്ടത്? റെക്കോർഡ് എഴുതിയത് ഞങ്ങൾ ആരോടും ഇത് നിർബന്ധമാണ് എന്നുള്ളത് പറഞ്ഞില്ല, പക്ഷെ കുട്ടികൾ തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത്, ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തതിന് ഞങ്ങൾക്കൊരു സൈൻ കിട്ടണമല്ലോ, സീല് കിട്ടണമല്ലോ എന്ന് പറഞ്ഞപ്പോ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ പ്രാക്ടിക്കൽസിന് വരില്ലേ, നേരിട്ട് വന്ന സമയത്ത് വന്ന് സൈൻ ചെയ്ത് സീൽ ചെയ്ത് പോയി. പിന്നെ വരാൻ പറ്റാത്തവര് അവരൊരു ദിവസം വരാം, ഞങ്ങൾക്ക് സൈൻ ചെയ്ത് തരുമെന്ന് ചോദിച്ചു, അങ്ങനെ വന്ന് സൈൻ ചെയ്ത് പോയവരുണ്ട്. ഒരു ദിവസം ഹാഫ് ഡേ കൊണ്ട് തീരും, കുറെ സമയമൊന്നും വേണ്ട. അത് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോരുത്തർക്കും എല്ലാം ചെയ്യാനുള്ള ഒരു സമയവും ഉണ്ടാവും, അതിനുള്ള സൗകര്യവും നമ്മൾ ചെയ്യും. അപ്പം ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ പതുക്കെ ഒരു ഇന്നർ ചൈൽഡൊക്കെ അങ്ങ് വന്ന് നിങ്ങൾ അത് പെട്ടെന്ന് ചെയ്യും, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. പിന്നെ ഇതിലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ കഴിഞ്ഞ ബാച്ച് തുടങ്ങിയിട്ട്, അതായത് 3rd അല്ല 4th ബാച്ച് തുടങ്ങിയിട്ട് ഈ പ്രാക്ടിക്കൽ സമയത്ത് ഇവരെല്ലാ വർക്കുകളും കൊണ്ടുവന്നിരുന്നു. എല്ലാ വർക്ക് എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ്, സർവേ, പിന്നെ അതുപോലെ ഈ റെക്കോർഡ്സ് മാത്രം, അല്ലാണ്ട് ചെയ്ത മെറ്റീരിയൽസ് അല്ല കേട്ടോ. അതൊക്കെ എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബുദ്ധിമുട്ടായിരിക്കും. അവര് കൊണ്ടുവന്ന് ഞാനിപ്പോളെ ബാഗൊക്കെ അങ്ങനെ ചിന്തിച്ചു വെക്കുക, അതൊക്കെ കൊണ്ടുപോകേണ്ടി എന്ന് വിചാരിച്ചിട്ട്. ഇല്ല, അതൊന്നും കൊണ്ടുവരണ്ട. അപ്പൊ കഴിഞ്ഞ 4th ബാച്ചുകാർ വന്നപ്പോ തുടങ്ങി 12 പേര് ആ പ്രാക്ടിക്കൽ സെഷന് വന്ന് വൈവ ചെയ്തു നേരിട്ട്. ഞാൻ ഓരോന്നായിട്ട് പറയാം കേട്ടോ, കുറെ ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നേരിട്ട് ചെയ്തു. എന്നിട്ട് അവര് ചെയ്തതെന്ന് വെച്ചാൽ ചെയ്ത മെറ്റീരിയൽസിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ അയച്ചു തന്നു. ബാക്കിയുള്ളവര് ഓൺലൈൻ ആയിട്ട് തന്നെ ചെയ്തു. അവരിപ്പോ ഓൺലൈൻ ആയിട്ട് ചെയ്യുമ്പോൾ ഒന്നും കാണിക്കാനൊന്നും നമ്മൾ പറയുന്നില്ല, കാരണം ഒരു ട്രസ്റ്റ് ആണ്. നിങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രസ്റ്റ് ആണ്. അപ്പൊ അസൈൻമെന്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു അസൈൻമെന്റിന്റെ കണ്ടന്റ് ചോദിക്കും, ആ പ്രസന്റേഷനിൽ നിന്ന് മനസ്സിലാവും അത് എത്രത്തോളം എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടെന്ന്. അതിനനുസരിച്ചാണ് നമ്മൾ മാർക്ക് ഇടുന്നത്. പിന്നെ ഇവിടെ വന്നൊരു ക്വസ്റ്റ്യൻ, സർവേയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്.
സർവേയുടെ ക്വസ്റ്റിനെയർ തന്നിട്ടോ? ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. മാം ഒരു കാര്യം ചോദിക്കട്ടെ, ക്വസ്റ്റ്യൻ തരാനോ? മോക്ക് ടെസ്റ്റ് പോലെ തന്നെയാണോ എക്സാം ഉണ്ടാവുക? അതെ അതെ. അതിന് മുമ്പ് പ്രാക്ടീസ് എന്ന പോലെ നിങ്ങൾക്ക് 2 എക്സാംസ് ഉണ്ടാവും, 2 ടേം എക്സാംസ് ഉണ്ടാവും. അതായത് പാർട്ട് 1ഉം പാർട്ട് 2ഉം ഒരുമിച്ച് ഒരു എക്സാം 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 40 പാർട്ട് 1നും പാർട്ട് 2നും 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും. അതുപോലെ തന്നെ പാർട്ട് 3 പാർട്ട് 4 ടേം 2 എക്സാംസ് ഉണ്ടാകും. അതും 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 40 എണ്ണം 3ൽ നിന്നും 4ൽ നിന്നും, കൂടുതൽ 3ൽ നിന്നായിരിക്കും. 3ൽ നിന്നും 4ൽ നിന്നും, ബാക്കി 10 അഗെയിൻ ഇംഗ്ലീഷിൽ നിന്നും. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു മെയിൻ എക്സാം എഴുതേണ്ട മോഡൽ അങ്ങനെ തന്നെ കിട്ടും. മെയിൻ എക്സാമിന് ഇതുപോലെ 50 ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇംഗ്ലീഷ് സെപ്പറേറ്റ് ആണ് കേട്ടോ. സബ്ജക്ട് വൈസ്, സബ്ജക്റ്റ് ആയിട്ട് സ്പ്ലിറ്റപ്പ് വന്നിട്ടില്ലേ, ആ സബ്ജക്ട് വൈസ് ആണ്. പിന്നെ ഇവിടെ വന്ന് കുറെ ക്വറീസ് ഉണ്ട്. സർവേക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ആ ക്വസ്റ്റ്യൻ ഞാൻ തരുന്ന ക്വസ്റ്റ്യനിൽ റെലവെന്റ് അല്ല എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങൾക്ക് ചേർക്കണം എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ചേർക്കാം. അപ്പൊ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് തരുന്നത്. വരാൻ പറ്റിയില്ലെങ്കിൽ, വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സെഷൻ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. പ്രാക്ടിക്കൽ സെഷന് വരാൻ പറ്റിയില്ലെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും ഇപ്പൊ എത്താൻ പറ്റണമെന്നില്ലല്ലോ. നമ്മൾ ഓൺലൈൻ ആയിട്ട് പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ട്. പിന്നെ സൈൻ വേണം എന്നുള്ളതിന് എന്താണ് ഒരു മാർഗം എന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ മാം, എന്റെ ഒരു ഒപ്പീനിയൻ ആണ്, നമ്മള് ഇന്റേൺഷിപ്പിന് പോകുമ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ID കാർഡ് ഉണ്ടായാൽ നല്ലതല്ലേ? നിങ്ങളൊന്ന് പറയൂ. നിങ്ങൾക്ക് അത് വരാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ട് അല്ല, അത് അയച്ചു തരാൻ പറ്റുമോ? അല്ല മാം, ഞാൻ ചോദിച്ചായിരുന്നു ഓഫീസിൽ ചോദിച്ചിരുന്നു. നമ്മുടെ ഇന്റേൺഷിപ്പിന് പോകാൻ നേരത്ത് ഞാൻ ചോദിച്ചിരുന്നു, ഓഫീസിൽ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടി നമ്മുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ID കാർഡ് പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടോ? അതെനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കൽ സെഷനെ നമ്മുടെ ഏതോ ബാച്ച് വന്നപ്പം അവരോടും അങ്ങനെ പറഞ്ഞ പോലെ എനിക്ക് എന്തോ ഒരു സൂചന കിട്ടിയിരുന്നു. അത് ഞാൻ ഒന്നുകൂടെ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് യൂണിഫോം ഒക്കെ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തോളൂ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. നല്ലതായിരുന്നു മാം. മനസ്സിലായി. അതങ്ങ് കഴുത്തിലിടുമ്പോ നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. തീർച്ചയായും മനസ്സിലായി. ഞാൻ ഹോളിഡേ ബാച്ച് ആയിരുന്നു, അതായത് സൺഡേ ആൻഡ് ഹോളിഡേസ് ആയിരുന്നു. ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ടായിരുന്നില്ല. റെഗുലർ ബാച്ചിന് യൂണിഫോം ഉണ്ടായിരുന്നു. അവർക്ക് എന്താ പറയാ 4 ദിവസം സൽവാർ ആയിരുന്നു, ചുരിദാർ ആയിരുന്നു. ഇടയ്ക്കുള്ള ദിവസം വെനസ്ഡേ മാത്രം, മൺഡേ ടു ഫ്രൈഡേ ആണ് അവരുടെ ക്ലാസ്. വെനസ്ഡേ അവർ സാരി എടുക്കണം. ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോഴും അവർക്ക് നിർബന്ധമായിട്ട് ആ സാരി എടുക്കണമായിരുന്നു. ഹോളിഡേ ബാച്ചുകാർക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ ID കാർഡും ഉണ്ടായിരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അത് നിങ്ങൾ ആ കൺസേൺ എന്തായാലും അറിയിക്കൂ. കുറെ പേര് ഒരുമിച്ച് അറിയിക്കുമ്പോഴേക്കും എന്തെങ്കിലും അതിനൊരു ഇത് ചെയ്യുമായിരിക്കും. ഓക്കെ, ഞാൻ അപ്പൊ റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസും സർവേയുടെ ക്വസ്റ്റ്യൻസും ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം, കാണിക്കാം. എന്നിട്ട് അത് ഷെയർ ചെയ്തേക്കാം. 5th റെക്കോർഡ് നിങ്ങൾക്ക് ഒരു കോപ്പി തരുവാണ്. നിങ്ങൾ അത് അങ്ങനെ കോപ്പി ചെയ്ത് വെക്കുക. പക്ഷെ കോപ്പി ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മോണ്ടിസോറി മെറ്റീരിയൽസ് ഓരോ വർഷം കഴിയുന്തോറും അപ്ഡേറ്റഡ് ആകുന്നുണ്ട്. അപ്പൊ കൂടുതൽ പോയിന്റ്സ് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ, അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് വെക്കാം. അതിനനുസരിച്ച് പേജ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, മോഡ്യൂൾ 3 കാര്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ വീണ്ടും അത് റെക്കോർഡിലേക്ക് എഴുതി വെക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വളരെ ബ്രീഫ് ആയിട്ടാണ് 5th റെക്കോർഡ് വരുന്നത്. അതിന്റെ പിക്ചേഴ്സ് കറക്റ്റ് കളക്ട് ചെയ്ത് ഒട്ടിച്ചാൽ മാത്രം മതി. ഞാൻ റെക്കോർഡ് റൈറ്റിംഗ് ഒന്ന് എടുക്കട്ടെ. ഇത് നമ്മളുടെ മാജിക് പോട്ട് അങ്ങനത്തെ ഒക്കെ റെക്കോർഡില്ലേ, അങ്ങനത്തെ ഒക്കെ ആക്ടിവിറ്റി ബുക്കില്ലേ, കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന കളിക്കുടുക്ക, മാജിക് പോട്ട്, പിന്നെ ബാലരമയിലെ ചെറിയ ഭാഗങ്ങള്,
അതുപോലുള്ള ഒരു റെക്കോർഡാണ് 4th വൺ, പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. ഞാൻ എന്റെ റെക്കോർഡ് ഒന്ന് എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് മാത്രം ചെയ്യണമെന്നില്ല, കൂടുതൽ നിങ്ങൾക്ക് മനസ്സിൽ ഐഡിയ തോന്നുവാണെങ്കിൽ എഴുതാം. റെക്കോർഡില് പേജ് ഉണ്ടെങ്കിൽ പേജ് അതിനനുസരിച്ചൊക്കെ ഒന്ന് ചെയ്തു വെക്കുവാണെങ്കിൽ. ഇനി ഈ ആക്ടിവിറ്റി ഞാൻ എഴുതിയിരിക്കുന്നത് 2 പ്ലെയിൻ ആയിട്ടുള്ള റെക്കോർഡിലാണ് കേട്ടോ. കാരണം ഇതിൽ എഴുതാൻ കാര്യമായിട്ടില്ല, വരയ്ക്കാനുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, ഗീവ് ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ അക്കോർഡിംഗ് ടു യുവർ ഇമാജിനേഷൻ. അതൊരു പിക്ചർ നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്, അതിനെ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് കളർ കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാം, നമുക്ക് വീട്ടിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാങ്ങുന്ന കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, എല്ലാം കുട്ടി തന്നെ ചെയ്യണം അല്ലെ. നമ്മുടെ ഈ റെക്കോർഡും അതുപോലെ തന്നെയായിരിക്കണം. ഒന്നും നിങ്ങൾ ആൻസർ ചെയ്യേണ്ട, ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യേണ്ട, അത് അങ്ങനെ കിടക്കണം. നമ്മുടെ ഒരു എൻസൈക്ലോപീഡിയ ആണിത്, എല്ലാ റെക്കോർഡ്സും. നമ്മളിത് വേറെ ആർക്കും കൊടുക്കരുത്, നമ്മളുടെ പേഴ്സണൽ കോപ്പിയാണ്. കുഞ്ഞുങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ കൊടുക്കരുത്. നമ്മൾ അഥവാ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ ആക്ടിവിറ്റി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചാർട്ട് പേപ്പറിലോ A4 ഷീറ്റിലോ നമ്മൾ ചെയ്ത് കുട്ടികൾക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഫസ്റ്റ് ഞാനൊരു മിക്കി മൗസിനെ ആണ് വരച്ചിരിക്കുന്നത്. മിക്കി മൗസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ കയ്യിലൊരു ഷുഗർ ക്യാൻഡി ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഡോട്ടഡ് ലൈൻസ് പോലെയാണ്. പിന്നെ ഒരു ചെവി ഡോട്ടഡ് ലൈൻസ് ആണ്, പിന്നെ കഴുത്തിലൊരു ബിബ് പോലെ ഉണ്ട്, അത് ഡോട്ടഡ് ലൈൻസ് ആണ്. ഇതൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഫിനിഷ് ചെയ്യാത്ത ഭാഗങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്സ് അതുപോലെ ഫിനിഷ് ചെയ്യാതെ ഡോട്ടഡ് ലൈൻസ്, ബ്രോക്കൺ ലൈൻസ് ആയിട്ട് ഇടാം. ബാക്കിയുള്ളത് കുറച്ച് ഭാഗം ബോർഡ് ലൈൻസ് ആയിട്ട് ഇടുക. അപ്പൊ ഒരു കുഞ്ഞിന് കൊടുക്കുമ്പോൾ നമ്മള് കുറച്ച് സിമ്പിൾ ആയിട്ടല്ലേ ഓരോന്നും കൊടുക്കുന്നത് അവരുടെ ഏജിനനുസരിച്ച്. അപ്പൊ അത് കുട്ടി അത് കംപ്ലീറ്റ് ചെയ്യും. കളർ ചെയ്യേണ്ടത് കളർ ചെയ്യാം. അപ്പൊ കുട്ടികൾക്ക് കളർ കൊടുക്കുമ്പോൾ ഒന്നിനെ കളറിങ് പെൻസിൽ അല്ലെങ്കിൽ വാക്സ് ക്രയോൺസ്, അതോ അല്ലെങ്കിൽ ഓയിൽ പേസ്റ്റൽസ്. ഓയിൽ പേസ്റ്റൽസ് ആകുമ്പോൾ ഒരു എന്താ പറയാ സ്ക്രാച്ച് ചെയ്യുന്ന ടൈപ്പ് സ്ക്രിബറോ എന്തൊരു സാധനം അതിന്റെ കൂടെ കിട്ടും, എന്താ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അത് വെച്ച് കഴിഞ്ഞാൽ സ്മഡ്ജസ് ആയിട്ട് അതിന്റെ തരി പൊടിയൊക്കെ മാറി നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടും. ഓയിൽ പേസ്റ്റൽസിന്റെ കൂടെ അങ്ങനെ ഒരു സാധനം കൂടെ കിട്ടുമല്ലോ. അത് പഞ്ഞി ഉപയോഗിച്ചിട്ട് തുടച്ചു കൊടുത്താൽ അതുപോലെ വരും. ആണ്, ഓക്കെ. വാക്സ് ക്രയോൺസ് നമ്മൾ തൊടുമ്പോ ഒരു എംബോസിങ് എഫക്ട് തോന്നും ആ പേപ്പറിന്. ഈ സാധനം വെച്ച് അങ്ങ് ചുരണ്ടി മാറ്റുമ്പോഴേക്കും അത് നല്ല സ്മൂത്ത് ഫിനിഷ് ആയിട്ട് തോന്നാറുണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് ആക്ടിവിറ്റി മനസ്സിലായല്ലോ. സെക്കൻഡ് വൺ വേർഡ് പസിൽ ആണ്. അത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു തീം. There are 4 animals hidden in the alphabet stone. Trace them. അതിനെ മാർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോ ആരൊക്കെ എന്നോട് ചോദിച്ചു ഇതിനെ ജംപിൾ ചെയ്ത് കൊടുക്കണോന്ന്. ജംപിൾ ചെയ്ത് കൊടുക്കണ്ട, ഞാൻ കൊടുത്തേക്ക് ഞാൻ കാണിച്ചു തരാം. അതിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും വൂൾഫ്, അതുപോലെ തന്നെ ഫോക്സ്, ഓക്സ്, ലയൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് 4 എണ്ണത്തിന് അതിനകത്ത് നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കുട്ടികളെ കൊണ്ട് അണ്ടർലൈൻ ചെയ്യും. അപ്പൊ നമ്മൾ വേർഡ് പസിൽസ് അവർക്ക് കൊടുക്കുമ്പോൾ ലെറ്റേഴ്സ് തമ്മിൽ ഇച്ചിരി ഒന്ന് നല്ല വലിയ അക്ഷരത്തില് ഗ്യാപ്പ് ആയിട്ടൊക്കെ ഇടുവാണെങ്കിലൊക്കെ നന്നായിരിക്കും. ഇതുപോലെ ഒരെണ്ണം എഴുതിയാൽ മതി എന്നൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതാം. അവിടെ സ്പേസ് എനിക്കുണ്ട്, വേണമെങ്കിൽ എനിക്ക് ഒരു 5-6 എണ്ണം ഒക്കെ ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ആദ്യം ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് ചെയ്തു വെക്കുക, സമയം കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ ആഡ് ചെയ്യാം, കാരണം നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. സെക്കൻഡ് ആക്ടിവിറ്റി ക്ലിയർ ആയല്ലോ. ഓക്കെ, നമുക്കിനി കുറേ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇഷ്ടമുള്ള പിക്ചേഴ്സ് കളക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ മിക്സ് ആയിട്ടാ, അനിമൽസ് ഉണ്ട്, അല്ലാതെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ഒക്കെ അതിനകത്ത് കാണും. ഇനി നമുക്കിവിടെ ഒരു ക്രോസ് വേർഡ് പസിൽസ് പോലെ ഉണ്ട്. ഈ പിക്ചർ നോക്കിയിട്ട് അതിന്റെ പേരുകൾ ഇതിൽ നിന്ന് സർക്കിൾ ചെയ്ത്, അതായത് അതിനെ റൗണ്ട് ചെയ്ത് പോകും. ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരെണ്ണം മാത്രം ചെയ്തിട്ടുണ്ട്, ജിറാഫിനെ മാത്രം മാർക്ക് ചെയ്തിട്ടുണ്ട്.
ജിറാഫും വേറെ ഏതോ മിസ്സേ കൂടെ ഒന്നും കൂടി ചെയ്തു. എന്തോ കേട്ടില്ല. മാം ഇത് ചില നോട്ട് ബുക്കിന്റെ ബാക്കിലൊക്കെ ഉണ്ടാവില്ലേ? അതെ അതെ അതെ. അപ്പൊ അതിനനുസരിച്ച് നമ്മള് പിക്ചേഴ്സ് കളക്ട് ചെയ്യണം. ഇത് ക്രോസ് വേർഡ് പസിൽസിന്റെ ഈ കോളം റോ ഒക്കെ ക്ലിയർ ആയോ? ഇത് മൂന്നാമത്തേതാണോ മാം? മിസ്സേ ആദ്യം തുടങ്ങി ഒന്ന് പറയോ? ആദ്യം തുടങ്ങി ഒന്ന് പറയോ? കുട്ടി ക്ലാസ്സിൽ കയറാൻ ലേറ്റ് ആയോ? ആദ്യത്തെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചർ അത് കംപ്ലീറ്റ് ചെയ്യുക, കളർ ചെയ്യുക. ഗീവ് ഫിനിഷിംഗ് ടച്ച് ആണ് പറഞ്ഞിരിക്കുന്നത്. മിസ് ഈ ചെയ്യുമ്പോൾ നമുക്ക് A to Z വരെ നമുക്ക് കുത്തു പോലെ വരച്ചിട്ട് അങ്ങനെ ചെയ്യാമോ? അത് നമുക്ക് ഓൾറെഡി വരുന്നുണ്ട്, ചെയ്യാം, അങ്ങനെയും ചെയ്യാം. നമ്പേഴ്സ് ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക പിക്ചർ, ആൽഫബറ്റ്സ് ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക പിക്ചർ, അതൊക്കെ ചെയ്യിക്കാം. അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോ അല്ലാതെ ഒരു പിക്ചറിനെ അവിടെ ഫിനിഷ് ചെയ്യാതെ വെച്ചിട്ട് അത് ഫിനിഷ് ചെയ്യാന്നുള്ളതായിരുന്നു. ഇത് പറഞ്ഞ പോലെ അതിനൊരു പാർട്ട് എനിക്കൊന്ന് അല്ലേ മാം? ഇപ്പൊ പറഞ്ഞ ഡിജിറ്റ്സും ആൽഫബറ്റ്സും ഫില്ല് ചെയ്യാനായിട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇല്ലേ? അതെ, അതിനകത്തുണ്ട്. ആൽഫബറ്റ്സ് എനിക്ക് ഓർമ്മയുണ്ട്, നമ്പേഴ്സ് എനിക്ക് ഓർമ്മയുണ്ട്. ആൽഫബറ്റ്സിനകത്ത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാം. പിന്നെ ഇപ്പം നമ്പറും ആൽഫബറ്റ്സും പഠിക്കാത്ത കുട്ടികൾക്ക് നമുക്കത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, നമ്പർ ആൽഫബറ്റ്സ് പ്രീ സ്കൂളൊക്കെ ആയി തുടങ്ങുമ്പോഴേക്കും ഇവർക്ക് ആദ്യം നമ്പർ ആൽഫബറ്റ്സ് ഒന്നും ഇവർ കണ്ടിട്ട് അതിന്റെ ഓർഡറും അറിയാണ്ട് അത് പഠിക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് അല്ലാത്ത കുട്ടികൾക്ക് നമുക്ക് ഇത് കൊടുക്കാമല്ലോ. ഡേ കെയറിലൊക്കെ 2.5 വയസ്സൊക്കെ 3 വയസ്സൊക്കെ ആവാറായി വരുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, സെക്കൻഡ് വൺ പറഞ്ഞത് വേർഡ് പസിൽ ആയിരുന്നു. 4 അനിമൽസ്, കുറെ ആൽഫബറ്റ്സ് ഉണ്ട്, അതിൽ 4 അനിമൽസ് ഒളിച്ചിരിക്കുന്നുണ്ട്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു സെക്കൻഡ് വൺ. സോറി, വീഡിയോ. ഞാൻ വരച്ച പിക്ചർ തന്നെ ഞാൻ എഴുതി അത് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് പിക്ചേഴ്സ് വെറൈറ്റി ആയിട്ട് എടുക്കാം. ഓക്കെ, വരയ്ക്കോ, പേസ്റ്റ് ചെയ്യോ, അല്ലെങ്കിൽ ട്രേസ് ചെയ്യോ, എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ. മൂന്നാമത്തത് ക്രോസ് വേർഡ് പസിൽസ് ആയിരുന്നു. നമുക്ക് കുറെ പിക്ചേഴ്സ് ഉണ്ട്, അതിന്റെ പേര് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം, എന്നിട്ടത് ഒരുമിച്ചാക്കാം. ജിറാഫും കാങ്കുറും മാത്രം അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ കലണ്ടർ ഉണ്ടാക്കുക. ഇപ്പൊ 2025 ആയതുകൊണ്ട് ഈ വർഷത്തെ കലണ്ടർ നിങ്ങൾ ഉണ്ടാക്കുന്നത്, നിങ്ങൾ ഏത് ഇയർ ആണോ കോഴ്സ് ചെയ്തത് ആ ഒരു പ്രസന്റ് ഇയർ ഏതാണോ അതിന്റെ കലണ്ടർ ഉണ്ടാക്കുക. കലണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ അവയർനെസ് വേണം അബൌട്ട് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് ബെഗിങ്. കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കലണ്ടർ. പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് ബെഗിങ്, ബട്ട് സപ്പോർട്ട് ചെയ്യുക ചൈൽഡ് എഡ്യൂക്കേഷൻ. ആ രീതിയിൽ വരുന്ന ഒരു അവയർനെസ് തരുന്ന ഒരു കലണ്ടർ. അപ്പൊ ഞാൻ ചെയ്ത എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതി, കാരണം ഇതിന്റെ ബാക്കിൽ നമ്മുടെ ഒരു ആക്ടിവിറ്റി അങ്ങ് ഫിനിഷ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്വസ്റ്റ്യൻ എഴുതി, ഇപ്പുറത്തെ സൈഡ് തുടങ്ങി കലണ്ടർ ചെയ്തു തുടങ്ങി. ആ കലണ്ടറിന്റെ മുകളിലത്തെ, ഞാൻ സിമ്പിൾ ആയിട്ടൊരു കലണ്ടറാ ചെയ്തത്. മുകളിലത്തെ പോർഷനിൽ ഞാൻ കോട്ട്സ് എഴുതി. അങ്ങനെ 12 മന്ത്സും ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് മുകളിൽ ഇങ്ങനെ കോട്ട്സ് കൊടുത്തു. സേ നോ ടു ചൈൽഡ് ലേബർ ആൻഡ് സേ യെസ് ടു ചൈൽഡ് എഡ്യൂക്കേഷൻ. ഓരോ മന്തിലും ഓരോ കോട്ട് ആ രീതിയിൽ ചെയ്തു. ഞാൻ കൂടുതൽ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒന്നും ചെയ്തില്ല. ആകെ സൺഡേ മാത്രമാണ് കളർ, ഞാനത് പിങ്ക് കളറിലാണ് ചെയ്തത്, ബാക്കിയെല്ലാം ബ്ലൂ. പിന്നെ സൺഡേ മൺഡേ അത് മാത്രം പിങ്കിലിട്ടു. അങ്ങനെ രീതിയിൽ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോളിഡേസ് മാർക്ക് ചെയ്യാം, എന്തെങ്കിലും സ്പെഷ്യൽ ഡേ വരുന്നത് മാർക്ക് ചെയ്യാം. ജൂൺ 12 എന്താ പറയാ, പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ, വേൾഡ് ചൈൽഡ് ലേബർ അതായിരുന്നു. അത് മാത്രം ഞാൻ ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ കോഡ്സും കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അവരുടെ റൈറ്റ്സ്, അതൊക്കെ വെച്ചിട്ടുള്ള കോഡ്സ് ആയിരുന്നു. അങ്ങനെ ഫെബ്രുവരിയിൽ ചൈൽഡ് ഇൻ പെയിൻ ഈസ് നോ ഗെയിൻ, മാർച്ച് എഡ്യൂക്കേഷൻ ഈസ് ദെയർ ബർത്ത് റൈറ്റ്. പിന്നെ ചില കുട്ടികൾ എന്നോട് ചോദിച്ചു മലയാളം മാസം അത് അതിനകത്ത് മെൻഷൻ ചെയ്തോട്ടെ. അറബിക് നമ്മുടെ കലണ്ടറിൽ വരുന്നത്, നമ്മൾ നോർമലി ഇംഗ്ലീഷ് കലണ്ടർ ഫോളോ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, ടോപ്പ് ബോട്ടം കോർണറിൽ
മലയാളം നമ്മുടെ ഹിജ്റ ഇയറോ അതെന്തോ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ കൊടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കൊടുക്കാം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് കലണ്ടർ മാത്രമേ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൂ. അവധികളൊന്നും ഞാൻ എടുത്ത് മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഏപ്രിലിൽ ഞാൻ ചിൽഡ്രൻ ഡിസേർവ് ബെറ്റർ, മെയില് ചില കോഡ്സ് എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ചൈൽഡ് ഈസ് മെൻ ടു ലേൺ നോട്ട് ടു ഏൺ, ജൂൺ കിഡ്സ് ഡിസേർവ് ടു ബി ഹാപ്പി ഹെൽത്തി ആൻഡ് സേഫ്. അവിടെയാണ് ജൂൺ 12 വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. നമുക്കിപ്പോ കഴിഞ്ഞേ ഉള്ളൂ. മിസ്, ഈ കോട്ട് മിസ് എവിടെ എഴുതിയേക്കുന്നേ ഒന്ന് കാണിച്ചു തരുമോ? മുകളിലൊരു പോർഷൻ ഇല്ലേ, ഒരു ബോക്സ് പോലെ. ഓരോ മന്തിന്റെ മുകളിലായിട്ടാണ് മിസ് എഴുതേണ്ടത്? ഓരോ മന്ത് വരയ്ക്കുന്നതിന്റെ മുകളിലായിട്ട് കോഡ്സ് എഴുതാനാണോ? എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്. നമുക്കങ്ങനെ നിർബന്ധമുണ്ടോ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണല്ലോ, കലണ്ടർ അങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. മേക്ക് അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഈ സ്ലാൻഡിങ് ആയിട്ടുള്ള ചെറിയ കാലണ്ടേഴ്സ് കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ ചിലപ്പോ, എവിടെയെങ്കിലും റിലേറ്റ് ചെയ്ത്. ഇപ്പം പ്രകൃതിയുടെ പടമാണെങ്കിൽ ആ പേജിൽ മൊത്തം പ്രകൃതിയുടെ പടവും എപ്പോഴും സേവ് എൻവയോൺമെന്റ് അങ്ങനെ ഒരു സന്ദേശം തന്നിട്ട് എല്ലാ ദിവസവും ഒരു മാം പറഞ്ഞ പോലെ ഓരോ മാസവും കാണും. അതല്ലേ സംഭവം? അതേപോലെ നമുക്ക് മേലിലോ താഴെയോ ഈ ചൈൽഡ് ലേബറിനെ പറ്റി കോഡ്സ് കൊടുക്കാം, പടങ്ങൾ കാണിക്കാം, കലണ്ടറും ഉണ്ടായിരിക്കണം എവരി മന്ത്. അങ്ങനെയല്ലേ? കുട്ടികളുടെ ഡിഫറെന്റ് ഏജിലുള്ള പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ടുണ്ട്. കുട്ടി വായിക്കുന്നതായിട്ട്, കളർ ചെയ്യുന്നതായിട്ട്, അങ്ങനെ പല കളിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്തി ഹാബിറ്റ്സ് ആ ഒരു രീതിയിൽ അങ്ങനെ പല പല പിക്ചേഴ്സ്, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ടും ഉണ്ട്, ഒട്ടിച്ചിട്ടൊക്കെയുണ്ട് ചില കുട്ടികൾ. കോഡ്സ് എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്, മേക്ക് എ ബ്യൂട്ടിഫുൾ കലണ്ടർ ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് ബേക്കിംഗ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് കോഡ്സ് എഴുതിയത്. അങ്ങനെ നവംബർ ഡിസംബർ വരെ വന്നപ്പോ എനിക്കിത് ലെഫ്റ്റ് സൈഡിലാണ് ഫിനിഷ് ആയത്. അപ്പൊ റൈറ്റ് സൈഡിൽ നമുക്ക് പുതിയ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ അവിടെ മറിയ മോണ്ടിസോറിയുടെ മിക്ക കോഡ്സും കുട്ടികളുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരു നല്ലൊരു കോഡ് സെലക്ട് ചെയ്ത് അവിടെ എഴുതി. ഡു നോട്ട് ഇറൈസ് ദ ഡിസൈൻസ് ദ ചൈൽഡ് മേക്ക് ഇൻ ദ സോഫ്റ്റ് വാക്സ് ഓഫ് ഹിസ് ഇന്നർ ലൈഫ്. അങ്ങനെ മറിയ മോണ്ടിസോറിയുടെ ഒരു കോഡ് ഞാൻ റൈറ്റ് സൈഡിൽ എഴുതി അത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയോ കലണ്ടറിന്റെ കാര്യം? തമന്ന പറഞ്ഞ പോലെ. ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ഞാനിപ്പോ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കാം, അപ്പൊ അവർക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒരു ഡ്രോയിങ്ങിന്റെ നമ്മൾ ഏതെങ്കിലും ഒരു പിക്ചർ എടുത്തിട്ട് അതിനെ ഡിഫറെന്റ് പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാം. 4, 5, 3 പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാം. അതിനെ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ആക്ടിവിറ്റി. നമ്മൾക്കത് പേസ്റ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോ ഒരു എലിഫന്റിനെയാണ് എടുത്തത്. 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചു. കുട്ടികളുടെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് ലൂസ് ആയിട്ട്. ഒന്നും കൂടെ കാണിച്ച് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു. ഞാൻ എടുത്തത് ഫുട്ബോൾ കളിക്കുന്ന ഒരു എലിഫന്റിന്റെയാണ്. എന്നിട്ട് അങ്ങനെ ഓർഡറിലൊന്നുമല്ല, അവിടെ ഇവിടെ ആയിട്ട് അങ്ങ് ഒട്ടിച്ചു വെച്ചു. അപ്പൊ കുട്ടികൾക്കാകുമ്പോൾ നമുക്ക് ഒട്ടിച്ചാൽ അവർക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് അത് ലൂസായിട്ട് നമ്മൾ കൊണ്ടുപോകണം. കുട്ടികൾക്കാവും ജിക്സോപ്പസിലൊക്കെ പോലെയല്ലേ, അതിനെ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. നിങ്ങൾക്ക് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകരുത്. ഫിനിഷ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ഫീൽ തരുന്ന ഒരു പിക്ചർ ആയിരിക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. നെക്സ്റ്റ് വൺ, നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. അത് കൂടാതെ 4 പിക്ചേഴ്സ് ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ എല്ലാം സെയിം ആണെന്ന് തോന്നും. പക്ഷെ ആദ്യത്തെ റെഫറൻസ് പിക്ചറിൽ നിന്ന് എന്തൊക്കെയൊക്കെയോ ഡിഫറൻസ് അതിൽ 4 ഉണ്ട്. ഫസ്റ്റ് പിക്ചർ ഞാനൊരു റാബിറ്റിനെയാണ് ചേർക്കുന്നത്. ഇതാണ് നമ്മുടെ റെഫറൻസ് പിക്ചർ. താഴെ 4 നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ 4 പെട്ടെന്ന് കാണുമ്പോൾ അതാന്ന് തോന്നും, പക്ഷെ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ വാലിന്റെ അവിടെയോ കാലിന്റെ അവിടെയോ അല്ലെങ്കിൽ ആ മീശ പോലത്തെ ഭാഗമോ കണ്ണോ ചെവിയോ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് കാണിച്ച് 4 വ്യത്യാസമാക്കിയിട്ട് ചെയ്യാം. കാണുമ്പോ പെട്ടെന്ന് കാണുമ്പോ ഒരുപോലെ തോന്നും. 4 പിക്ചറും വ്യത്യസ്തമാക്കണം. അതായത് കുട്ടികളെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യിപ്പിക്കണം അല്ലെ, ഈ പിക്ചറിൽ എന്താണ് ഡിഫറൻസ്. അങ്ങനെ നമ്മുടെ മുകളിലുള്ള റെഫറൻസ് പിക്കുമായിട്ട് നോക്കിയിട്ട്, അപ്പൊ ഫസ്റ്റ് വണ്ണിന്റെ നോക്കിയിട്ട് എന്താ വ്യത്യാസം ചോദിക്കുക. അപ്പൊ മൂക്കിന്റെ ഭാഗത്ത് അവിടെ ഒരു വരയുണ്ടല്ലോ,
പിന്നെ ബോഡിയിലൊക്കെ എന്തൊക്കെയോ ലൈൻസ്. അപ്പൊ ശരിക്കും ഒരു വിസിബിൾ ആയിട്ടുള്ള ഭയങ്കര എന്താ പറയാ, നമ്മള് അഡൾട്ട്സിനൊക്കെ കൊടുക്കുന്ന പോലുള്ള ആക്ടിവിറ്റി അല്ല എടുക്കേണ്ടത്. നമ്മളിപ്പോ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പോകുമ്പോൾ ഭയങ്കര ടഫ് ആയിരിക്കുമല്ലോ കണ്ടുപിടിക്കാനൊക്കെ. കുട്ടികൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവരുടെ ഒരു അച്ചീവ്മെന്റും ഹാപ്പിനെസ്സും ആണ് കാണേണ്ടത്. ഒരു കോൺഫിഡൻസ് കൂടണമല്ലോ. അപ്പൊ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ളതല്ല, കുഞ്ഞുങ്ങളല്ലേ, ചെറിയ കുഞ്ഞുങ്ങളല്ലേ കൊടുക്കേണ്ടത്. അത് നമുക്കത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാവോ? ചെയ്യാം. വരയ്ക്കാം, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഈ മറ്റേ ബാലരമയിലൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ 2 എണ്ണം ഡിഫറൻസ് ഉള്ളത്, അതന്നെ ഒട്ടിക്കാൻ പാടില്ലേ? ഒട്ടിക്കാം. പിന്നെ നിങ്ങളുടേതായ എന്തെങ്കിലും കൂടെ വേണം കേട്ടോ. ഞാനിപ്പോ നെക്സ്റ്റ് വൺ അങ്ങനെ പിക്ചർ എടുത്ത് ഒട്ടിച്ചേക്കുക ചെയ്തിരിക്കുന്നത്. അത് പക്ഷെ വേറെന്തോ പിക്ചർ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, നെക്സ്റ്റ് വണ്ണിന്റെ ഒരു പിക്ചർ കുട്ടികളെ കാണിക്കുക, അവരോടൊരു സ്റ്റോറി എഴുതാൻ പറയുക. അപ്പൊ എഴുതാൻ പറയാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ കുട്ടികളായല്ലേ, എഴുതുന്ന കുട്ടികൾ ആ പ്രായമായി. അപ്പൊ പിന്നെ നമുക്ക് അവരുടെ ആ ഏജിനനുസരിച്ച് ഒരു പിക്ചർ എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം ആ പിക്ചറിൽ കുറെ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പിക്ചർ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഇതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു പെൺകുട്ടിയുണ്ട്, സ്ക്യൂറൽ ഉണ്ട്, ഒരു ബേർഡ് ഉണ്ട്, സൺ ഉണ്ട്, സൺ ചിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവർ ഇച്ചിരി ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങ് എഴുതിക്കോളും. ഇത് മനസ്സിലായില്ല മാം, ഇത് കൂടെ ഉള്ളതാണോ 6ാമത്തെ? ഇത് 7 അല്ലേ? അതൊരു പിക്ചർ കാണിച്ചിട്ട് കഥ എഴുതാൻ പറയാ കുട്ടികളോട്. നമ്മൾ പിക്ചർ മാത്രം ഒട്ടിക്കണ്ടല്ലോ? അതേ ഉള്ളൂ. കഥ എഴുതുന്ന പണിയൊക്കെ അവർക്ക്. ഇനി അഥവാ കഥ എഴുതാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് പറയിപ്പിക്കാം. നിങ്ങൾ ഇത് നോക്കിയിട്ട് ഒരു കഥ പറയാമോ എന്ന് ചോദിക്കാം. പിക്ചർ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നതാണോ മിസ്സേ? അതെ. പിന്നെ ഇത് തന്നെ നമുക്ക് വേറെ ഒരെണ്ണമുണ്ട് കേട്ടോ. പിക്ചർ തന്നിട്ട് തമ്മിലുള്ള കോൺവെർസേഷൻ പറയാ. അത് നമ്മൾ ഇമാജിൻ ചെയ്ത് നമ്മൾ എന്തായിരിക്കും ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് എന്തായിരിക്കും അത് നമുക്കൊരു ആക്ടിവിറ്റി വരുന്നുണ്ടേ. എല്ലാവരും ഒരു കൺഫ്യൂഷൻ ആയിട്ട് പറഞ്ഞതാണ്. നെക്സ്റ്റ് ഐറ്റം റിവേഴ്സ് കളറിങ്. ആസ് പെർ ചിൽഡ്രൻസ് ഇമാജിനേഷൻ റിവേഴ്സ് കളർ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇവിടെ ഞാനൊരു ബട്ടർഫ്ലൈനെയാണ് വരച്ചിരിക്കുന്നത്. ബട്ടർഫ്ലൈയുടെ കുറച്ച് ഭാഗങ്ങൾ വൈറ്റ് ആയിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റിവേഴ്സ് കളറിംഗ് ആണ്. ഞാൻ ബട്ടർഫ്ലൈയെ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാല് ബട്ടർഫ്ലൈയുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സിമെട്രിക്കലാണ്. അപ്പൊ ഒരു ബട്ടർഫ്ലൈയെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവന്റെ മനസ്സിൽ ചിലപ്പോൾ ആ ഐഡിയ ഉണ്ടാവും, 2 സൈഡും ഒരുപോലെയാണല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ കളർ ചെയ്യുമ്പോൾ 2 സൈഡും ഒരുപോലെ ചെയ്യും. അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, അവർക്ക് ഇഷ്ടമുള്ള കളർ ചെയ്തോട്ടെ. അപ്പൊ അങ്ങനെ ഒബ്സർവ് ചെയ്തൊരു കുട്ടി ആ ഒരു തോട്ടോടു കൂടെ ചെയ്യുവാണെങ്കിൽ സിമെട്രിക്കലായിട്ട് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവരുടെ കോൺസെൻട്രേഷൻ, ആ ഒരു അറ്റൻഷൻ പവർ കൂടും. ആ വൈറ്റിൽ മാത്രം കളർ ചെയ്യാൻ നോക്കും. കുഞ്ഞു കുട്ടികൾക്ക് ആദ്യമായിട്ട് നമ്മൾ വാക്സ് ക്രയോൺസ് ഒക്കെ കൊടുക്കുമ്പോൾ ഇവര് കളർ ചെയ്യുമ്പോൾ എപ്പോഴും പുറത്തേക്ക് പോകും അല്ലെ, പിക്ചറിന്റെ പുറത്തേക്ക് പോകും. വൈറ്റ് പാർട്ട് മാത്രം കളർ ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് അത് അകത്ത് കളർ ചെയ്ത് ചെയ്യാനായിട്ടൊരു പ്രാക്ടീസ് ആവും. കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സുകളിൽ അവർക്ക് സ്റ്റേറ്റ് ലെവലിലൊക്കെ കോമ്പറ്റീഷൻ നടക്കാറില്ലേ കളറിങ്? അവിടെ നോക്കുന്നത് ആ ഒരു പെർഫെക്ഷൻ അല്ലേ, കളർ ശരിക്കും മെർജ് ചെയ്തിരിക്കുന്നതും ഔട്ട്ലൈനിൽ നിന്ന് പുറത്തു പോകാത്ത രീതിയിൽ കളർ ചെയ്യുന്ന കുട്ടികളെയൊക്കെയല്ല അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ അവരെ കൊണ്ട് ചെറിയ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യിക്കുമ്പോൾ അവർക്ക് ആ ഒരു ലിമിറ്റ്സിനുള്ളിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ ഒരു പ്രാക്ടീസ് കിട്ടുമായിരിക്കും വിചാരിക്കും. പിന്നെ അവരുടെ ഒബ്സർവേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് റിവേഴ്സ് കളറിങ്ങിൽ വന്നത്. ചെയ്യേണ്ടാത്ത ഭാഗമൊക്കെ നമ്മൾ ഷെയ്ഡിങ് പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഇത് മറച്ചു വെക്കുക, മീൻസ് അത് ഷെയ്ഡ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വരയ്ക്കാനായിട്ട് ഈസി മെത്തേഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലയിടത്തും. ഞാൻ ഇവിടെ ഒരു ടെഡി ബെയറിനെയാണ് വരയ്ക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. 6 സ്റ്റെപ്പ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുക ചെയ്തത്. ആദ്യം അതിന് ഒരു റൗണ്ട് വരച്ചു, പിന്നെ ചെവി, മൂക്ക്, കണ്ണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ബോഡി, കയ്യ്, കാലൊക്കെ ആയിട്ട് അതിനെ ഫിനിഷ് ചെയ്തു. ഏത് പിക്ചർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എളുപ്പത്തിൽ വരയ്ക്കാനായിട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പിക്ചേഴ്സ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് മിസ് എത്രണ്ണം വെച്ച് ചെയ്യണം ഓരോന്നും? ഇതൊറ്റ പിക്ചറല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ചെയ്യാട്ടോ.
ഞാൻ എല്ലാം ഓരോന്ന് ചെയ്തിട്ടുള്ളൂ. എല്ലാം ഓരോന്നല്ലേ മാം നല്ലത്, കുറേ ചെയ്യാനില്ലേ? ഓരോന്നോരോന്ന് ഒന്ന് തന്നെ ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോന്നും ചെയ്യൂ. നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കൂടുതൽ വേണ്ടി വരുമല്ലോ. അപ്പൊ പേജസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ഒക്കെ വീണ്ടും ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ടൊക്കെ. അതൊന്നുകൂടി കാണിക്കോ മാം? കണ്ടോ? ഓക്കെ ഓക്കെ. ഇപ്പൊ ടെഡി ബെയർ തന്നെ വേണമെന്നില്ല, ഇത് ഇച്ചിരി എളുപ്പമായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ആ പിക്ചർ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് വൺ, ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു പിക്ചർ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് അതുപോലെ തന്നെ ഒരു ബോക്സിനകത്ത് അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കാം. അങ്ങനത്തെയും കൊടുക്കാം. അപ്പൊ നമ്മൾ ഇവർക്ക് ഓരോ ലിമിറ്റഡ് ആയിട്ട് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അവർ അതിനുള്ളിൽ തന്നെ ചെയ്യാനായിട്ട് ആ ഒരു ട്രൈ ആണ്, അല്ലാണ്ട് അവർ ഭയങ്കര പെർഫെക്റ്റ് ആക്കണം എന്നുള്ളതല്ല. അത് നോക്കി അവർ വരയ്ക്കാനായിട്ട് അവർ എത്രത്തോളം അവരുടെ കോൺസെൻട്രേഷൻ, അവരുടെ ഒബ്സർവേഷൻ, അതല്ല അവരുടെ ആ ഒരു പോസിറ്റീവ്നെസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്ചർ കൊടുക്കുക, അതിനെ ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്യുക എന്നുള്ളതായിരുന്നു. ക്രയോൺസോ ഓയിൽ പേസ്റ്റൽസോ എന്തായാലും മതി. അവിടെ ഞാൻ മിക്കി മൗസ് തന്നെയാട്ടോ വരച്ചിരിക്കുന്നത്. ഈ കളറിംഗ് ബുക്കിൽ നിന്ന് ഞാൻ ട്രേസ് എടുത്തതാണ്. ഇഷ്ടമുള്ള പിക്ചർ കൊടുക്കാം കേട്ടോ. ഇച്ചിരി വലിയ ഡീറ്റെയിൽസ് ഉള്ളത്, ഒത്തിരി ഇങ്ങനെ ടൈനി ഡീറ്റെയിൽസ് വരുന്നത് കുഞ്ഞുങ്ങൾക്ക് കളർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. വലിയ വലിയ പാർട്സ് ഉള്ളതൊക്കെ ആകുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് കളർ ചെയ്യാൻ പറ്റും. ഫ്ലവേഴ്സ് 5 പെറ്റൽസ് വരുന്ന വലിയ ഫ്ലവർ ഒക്കെ ആകുമ്പോൾ അവർക്ക് എളുപ്പമായിരിക്കും കളർ ചെയ്യാൻ. കളറിംഗ് ബുക്കിലൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള പിക്ചേഴ്സ്. അതിൽ നിന്ന് തന്നെ എടുത്തത്. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഓഡ് വൺ. ഇത് ഞാൻ തന്നെ വരച്ചതാണ് കേട്ടോ. ഇതിനകത്ത് ഓഡ് വൺ കണ്ടുപിടിക്കുക. അപ്പൊ അവരവരുടെ സറൗണ്ടിങ്സുമായിട്ടൊന്ന് ശ്രദ്ധിക്കും. ഇതിനകത്ത് നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്നതും അത് കൂടാതെ ഒരു നോട്ട്ബുക്കോ എന്തോ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ചേരാത്തത് ഇങ്ങനെയുണ്ടല്ലോ, ഓഡ് വൺ കണ്ടുപിടിക്കുക. പിന്നെ നമ്മളുടെ ആൽഫബറ്റ്സും ഡിജിറ്റ്സും നിങ്ങൾക്ക് ഈ സ്റ്റെൻസിൽ ഉണ്ടോ വലുത്? ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അതെ, എഴുതേണ്ട വരും. ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ ഈ തുടങ്ങി അത് വാങ്ങാൻ കിട്ടും. വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മളൊന്ന് വരച്ചു വെച്ചിട്ട് കളർ ചെയ്യും. ആൽഫബറ്റ്സും അതുപോലെ തന്നെ ഡിജിറ്റ്സും 1 തുടങ്ങിയിട്ട് 0 തുടങ്ങി 9 വരെ ആട്ടോ ഞാൻ എഴുതിയേക്കുന്നത്. ആ രീതിയിൽ ഡിജിറ്റ്സും കളർ ചെയ്യാന്നുള്ളത്. മാം ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ എന്ത് പിക്ചർ ഒക്കെ വരച്ചാലും അതിനൊന്നും കളർ ചെയ്യണ്ടല്ലോ? നമ്മളൊന്നും ചെയ്യണ്ട. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുന്നതാണ്. നമ്മളുടെ റെഫറൻസ് ആണ് ഈ റെക്കോർഡ്. ഇത് നമ്മളൊന്നും ചെയ്യണ്ട. നെക്സ്റ്റ്, നമുക്ക് എല്ലാവർക്കും നമ്മൾ ചെറിയ ക്ലാസ് നമ്മളും കുറെ ചെയ്തിട്ടുള്ളതാണ്. ഷോ ദ വേ, വഴി കാണിക്കുക. ഒരു ചെറിയ പപ്പിക്ക് അതിന്റെ കിണലിലെത്താനുള്ള വഴി എളുപ്പമായിരിക്കും. അത് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സ്കൂളിലെത്താനുള്ള വഴി, വീട്ടിലെത്താനുള്ള വഴി, അല്ലെങ്കിൽ കിളിക്ക് അമ്മക്കിളിക്ക് കുഞ്ഞുങ്ങളുടെ അടുത്ത് എത്താനുള്ള വഴി, അങ്ങനെയൊക്കെ കുറെ ഇഷ്ടംപോലെ നമുക്കത് ചെയ്യാലോ. ചുമ്മാ സ്പൈറൽ അല്ലെങ്കിൽ 6 സ്പൈറൽ പാറ്റേണിൽ ഇതുപോലെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഓപ്പൺ ആക്കി ഇട്ടാൽ മതി. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഈ വഴി ഉണ്ടാക്കണ്ട. അപ്പോ ഏതെങ്കിലും ഒരെണ്ണം ഓപ്പൺ ആക്കി വെക്കുക, ബാക്കി ഭാഗങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ചെയ്യുക. നെക്സ്റ്റ്, കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ റിവേഴ്സ് കളറിങ്, ആൽഫബറ്റ്സും ഡിജിറ്റ്സും റിവേഴ്സ് കളറിങ് ചെയ്യുക. അതായത് ആദ്യം അതിന്റെ ഉള്ളിൽ മാത്രം കളർ ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നീട് നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡ് ചെയ്ത് മാറ്റി. നമ്പേഴ്സ് മാത്രം അവരെന്നെ കളർ ചെയ്ത് വെക്കും. മാം അതൊരു 1 more ഒന്ന് കാണിക്കുമോ? എന്തോ? അത് 1 more ഒന്ന് കാണിക്കുമോ നോക്കാൻ? ഓക്കെ മാം, താങ്ക് യു. താഴെ നമ്പേഴ്സും സെയിം ഇതിൽ തന്നെയാണ് നമ്പേഴ്സും ചെയ്തിരിക്കുന്നത്, പേജിൽ തന്നെ. പിന്നെ കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കുക. ഇത് ഞാൻ വരച്ചതാ, എളുപ്പമുള്ള രീതിയിൽ തന്നെ. മുകളിൽ കണ്ടോ ഒരു കൈറ്റ്, താഴെ 3 ഷാഡോ. കറക്റ്റ് ഷാഡോ ഏതാന്ന് കണ്ടുപിടിക്കുക. ഓക്കെ,
പിന്നെ മുകളിൽ 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അതിൽ ഏതോ ഒരു പിക്ചറിന്റെ ബോർഡ് അടുത്താണോ മാം? അടുത്തതാണോ? അടുത്താണ്. 3 പിക്ചേഴ്സ് മുകളിൽ കാണാം. അതിന്റെ ബോഡി പാർട്സ് താഴെയുണ്ട്, ഏതോ ഒരെണ്ണത്തിന്റെ. ഏതാന്ന് കണ്ടുപിടിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് 3ന്റെയും വയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, എന്നിട്ട് മാച്ച് ചെയ്യാം. മിസ് മാച്ച് ഫോളോയിങ് ആയിട്ടാണോ? ഇതിപ്പോ മാച്ച് അല്ല, ഞാൻ ഒരെണ്ണത്തിന്റെയാണ് എനിക്ക് ഇവിടെ ഉള്ളൂ. 2 ബേർഡും ഒരു ഫിഷും അല്ലേ? 3 ബേർഡ്സിന്റെ കാലാ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു അല്ല, നമുക്കിപ്പോ 4 ഇപ്പൊ ഫ്ലവേഴ്സ് വരക്ക, അതിന്റെ മറ്റേ സ്റ്റെമ്പ് ഇത്ര സൈഡിൽ വരക്ക, ക്രോസ് ചെയ്ത് അങ്ങനെ മാച്ച് ഫോളോയിങ് ആയിട്ട് അങ്ങനെ വരക്കാവോ? അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ മനസ്സിലുണ്ടാവണം കുട്ടികളുടെ ഏജ്. ഓക്കെ. ജമ്മൊക്കെ കണ്ടവർക്ക് മനസ്സിലാവുന്നറിയില്ല. റോസിന്റെ ഒക്കെ ചിലപ്പോ മനസ്സിലാവും. അല്ല, ഇവിടെ ഈ കുട്ടികൾക്ക് LKG-ലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ലീഫ് തന്നിട്ട്, ലോട്ടസ് തന്നിട്ട് ലോട്ടസിന്റെ ലീഫ്, റോസ് തന്നിട്ട് റോസിന്റെ ലീഫ്, അങ്ങനെ. ഓക്കെ. നെക്സ്റ്റ് വേണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പിക്ചറിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സ്ക്വയർ ബോക്സിൽ. ഇപ്പുറത്ത് അതിനേക്കാൾ വലിയ സ്ക്വയർ വരച്ചു. അപ്പൊ പ്രൊപ്പോർഷൻ മനസ്സിലാകാൻ. അപ്പൊ ഇത് ആ ചെറിയ പിക്ചറിനെ ഈ വലിയതിലേക്ക് വരയ്ക്കുക. ഓക്കെ. നെക്സ്റ്റ് നമുക്കൊരു പിക്ചർ തരും. പിക്ചറിന്റെ പല പാർട്സിലും നമ്മൾ നമ്പർ ഇടും. 1 തുടങ്ങി നമ്പേഴ്സ് ഇട്ടിട്ട് ഓരോ നമ്പറിനും ഓരോ കളർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് കളർ ചെയ്യാം. ഞാനൊരു ഫ്ലവർ ആണ് വരച്ചിരിക്കുന്നത്, ഫ്ലവർ വേസ് ആയിട്ട്. അപ്പോ 1 2 3 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓരോ കളറിനും 1 യെല്ലോ, 2 റെഡ്, 3 ഡാർക്ക് ഗ്രീൻ, 4 ലൈറ്റ് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിനനുസരിച്ച് ആ നമ്പർ നോക്കിയിട്ട് കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. മാം, ആ പിക്ചർ ഒന്നും കൂടെ ഒന്ന് ഇങ്ങോട്ട് ക്ലോസ് ചെയ്ത് പിടിക്കും. ഓക്കെ മാം, താങ്ക് യു. നെക്സ്റ്റ് 2 പിക്ചർ തന്നിട്ടുണ്ട്. അത് തമ്മിൽ 4 ഡിഫറൻസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 4 ഡിഫറൻസസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇത് ഏതോ ബുക്കിൽ ഉണ്ടായത് ഞാൻ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തതാണ്. ടോം ആൻഡ് ജെറിയുടെ വാലിന്റെയോ കണ്ണിന്റെയോ ചെവിയുടെയോ ഒക്കെ എന്തൊക്കെയൊക്കെയോ വായിലേക്ക് വ്യത്യാസം പെട്ടെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. നമ്മള് ഈ ഗൂഗിളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊക്കെ കാണും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കണ്ടുപിടിക്കാൻ. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ളത് എടുക്കരുത്. വളരെ ഈസി ആയിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളത് എടുക്കണം. ഓക്കെ. നെക്സ്റ്റ് വൺ, ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. മാം ഒന്ന് സ്ക്രോൾ ചെയ്യാവോ മേലോട്ട്? നിങ്ങൾക്ക് തന്നിട്ടില്ലേ? അത് ഫോണിലാണ്, പ്രിന്റ് എടുത്തിട്ടില്ല. ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട് മാം. ഞാൻ ആ ഓർഡറിൽ തന്നെയാണോ ഞാൻ റെക്കോർഡിൽ എഴുതിയിരിക്കണേന്ന് എനിക്ക് ഓർമ്മയില്ല. നെക്സ്റ്റ്, നമ്പേഴ്സ് ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. എന്റെ റെക്കോർഡ് ഒക്കെ കുട്ടികളുടെ അടുത്ത് കംപ്ലീറ്റ് ചെയ്തത്. ഒരു ദീപം പോലെ ചെയ്ത നമ്പേഴ്സ് ജോയിൻ ചെയ്ത് പിക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് ആൽഫബറ്റ്സും ട്രൈ ചെയ്യാം. ഞാൻ ആൽഫബറ്റ്സ് ചെയ്തിട്ടില്ല. മാം, ഇതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഇതിന്റെ മേലെ എഴുതണ്ടേ? വേണം. ഫിൽ അപ്പ് ദ മിസ്സിംഗ് ലെറ്റർ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. പിന്നെ താഴെ മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. പിക്ചർ മാച്ച് ചെയ്യാം. പിന്നെ പിക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടാ മിസ്? എന്താ നൗഫല കേട്ടില്ല? നേരത്തെ കാണിച്ചത് 23-ാമത്തെ പിക്ചർ മാച്ച് ചെയ്യുക. ഇപ്പൊ തൊട്ട് മുമ്പ് കാണിച്ച പിക്ചർ മാച്ച് ചെയ്യുക. അത് ഡോട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഉള്ളതാ? അല്ല, ഡോട്ട് കംപ്ലീറ്റ് ചെയ്യുക കഴിഞ്ഞിട്ട് നമ്പേഴ്സ് വെച്ചിട്ട് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. മിസ്സിംഗ് ലെറ്റർ ഫില്ല് ചെയ്യാം. മുകളിലൊക്കെ ഉണ്ടോ ഫില്ലിംഗ് അപ്പ് ദ മിസ്സിംഗ് ലെറ്റർ? ഇത് ചെയ്യണ്ട കേട്ടോ. വീട്ടില് കുട്ടികൾ ആരോ എടുത്ത് ചെയ്തതാണ്.
താഴെ മാച്ച് ചെയ്യാം പിക്ചേഴ്സ്. ചെയ്യേണ്ടതല്ല കേട്ടോ. അത് രണ്ടും ഒന്നാണോ മാം? ഞാൻ രണ്ടും ഒരു പേജിൽ എഴുതിയതേ ഉള്ളൂ. കാരണം മറ്റേത് ഫില്ലിംഗ് കാണിക്കോ മാം അതൊന്ന് കാണിക്കാവോ? ഫിൽ അപ്പ് ദ മിസ്സിംഗ് ലെറ്റേഴ്സ്. മാം വഴക്ക് പറയില്ല മാം, ഒന്നും കൂടെ മിസ്സിംഗ് ലെറ്റർ കൊടുക്കുമ്പോഴേ പിക്ചർ വല്ല അതിനകത്ത് കൊടുക്കണോ കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്? അങ്ങനെയും ചെയ്യാം. അതൊരു ആക്ടിവിറ്റി ആയിട്ട് അങ്ങനെയും ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പിക്ചർ കാണുമ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെയും ചെയ്യാം, അല്ലാതെ ചെയ്യാം. അക്സെപ്റ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് വൺ, പിന്നെ മാച്ച് ദ പിക്ചർ ആയിരുന്നു. പിന്നെ ഉള്ളത് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക. കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഏതോ ബുക്കിൽ കണ്ട കുറെ പിക്ചേഴ്സ് കട്ട് ചെയ്ത് ഒട്ടിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ ചെയ്യാം. പിക്ചേഴ്സ് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് അല്ലെങ്കിൽ വരയ്ക്കുകയോ ചെയ്തിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. പിന്നെ കോൺവെർസേഷൻ പറഞ്ഞില്ലേ, കോൺവെർസേഷൻ. ഒരു പോസ്റ്റ്മാനും ഒരു കുട്ടിയുമാണ്. പോസ്റ്റ്മാന്റെ കയ്യിൽ ലെറ്റർ ഉണ്ട്. അവര് തമ്മിൽ സംസാരിക്കുന്നത് എന്താന്ന് ഇമാജിൻ ചെയ്ത് പറയാം. കുട്ടികളാകുമ്പോൾ ഭയങ്കര ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി അവർക്ക്. അവർ ശരിക്കും കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ അവര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം ഇതുപോലുള്ള സിറ്റുവേഷൻ. അത് വെച്ചിട്ടും അവർക്ക് പറയാൻ പറ്റും. ഇത് തന്നെ വേണമെന്നില്ല പിക്ചർ, ഇഷ്ടമുള്ള പിക്ചർ എടുക്കാം കേട്ടോ. ടീച്ചറും കുട്ടിയോ ഗ്രാൻഡ് പാരന്റും കുട്ടിയോ. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദി ഹൈഡിങ് ക്രീച്ചർ. ഒരു പിക്ചറിനകത്ത് ഒരു ക്രീച്ചർ ഹൈഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടുപിടിക്കാനുള്ളതായിരുന്നു. ഇത് ഞാൻ ചുമ്മാ വരച്ചതാ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലപോലെ തന്നെ പേസ്റ്റ് ചെയ്യോ വരയ്ക്കോ കളർ ചെയ്യോ ചെയ്യാം. ഞാൻ കളറൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് പുല്ലിന്റെ ഇടയിൽ ഒരു ബട്ടർഫ്ലൈ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആരോ ചോദിച്ചു ക്രീച്ചർ തന്നെ വേണോ, എന്തെങ്കിലും ഒബ്ജക്ട്സ് ആയ കുഴപ്പമുണ്ടോ? അപ്പൊ ബോളൊക്കെ ഗാർഡനിൽ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് മാറ്റിയാൽ മതി. ഫൈൻഡ് ഔട്ട് ദ ഹൈഡിങ് തിങ്ങോ ഹൈഡിങ് ഒബ്ജക്റ്റിനോ അങ്ങനെ എന്തെങ്കിലും ആക്കി മാറ്റി. ഇത് ഞാൻ പുല്ലുപോലെ വരച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു ബട്ടർഫ്ലൈ ഞാൻ പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ടുള്ളൂ, വേറൊന്നും കളറൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്പേഴ്സ് ഒക്കെ വേണമെങ്കിൽ എഴുതാൻ പാടില്ലേ, ഹൈഡിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞേ? അങ്ങനെയും ചെയ്യാം. എന്താന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഒരു മാറ്റം വരുത്തണമെന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദി ഹൈഡിങ് അനിമൽ. ഞാനതൊരു 1 2 3 4 4 ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അനിമൽ ഫസ്റ്റ് വണ്ണിൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. കൗ കാണാം, താഴെ ഓക്സ്. അത് അനിമലിനാണ് പ്രത്യേകം എഴുതിയേക്കുന്നത്. ഇനി അതല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയാൽ മതി. ബേർഡ് ആണെങ്കിൽ ബേർഡെന്നോ, അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആണെങ്കിൽ ഒബ്ജക്റ്റിനോ, നമ്പർ എന്നാണെങ്കിൽ നമ്പറോ. ഇത് ലെറ്റേഴ്സ് ആണോ മിസ്? ഫൈൻഡ് ഔട്ട് ദ ഹൈഡിങ് അനിമൽ. നെയിം ആണോ അതോ പിക്ചർ ആണോ? ലെറ്റേഴ്സ് അല്ലേ, പിക്ചർ ഒന്നും. നെയിം കണ്ടുപിടിക്കാണ്. അതെ അതെ മാം. ഇപ്പൊ കൗ ആണെങ്കിൽ ഷഫിൾ ചെയ്തിട്ട് കൗവിന്റെ പിക്കെല്ലാം കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം. കുറെ കൂടെ അവർക്ക് ഈസി ആവുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഇത്രേ ഉള്ളൂ ഈ റെക്കോർഡ്. ഇനി സർവേ ആണ്. സർവേ ഞാൻ വേഗം ഒന്ന് പറയാം. ഓക്കെ, സർവേ നിങ്ങൾ ചെയ്യേണ്ടത് മിനിമം ഒരു 5 പാരന്റ്സിനെ മീറ്റ് ചെയ്യാം. അത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ആയാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്കൂൾ ഗോയിങ് കുട്ടികളുടെ പാരന്റ്സ്, അവരെ മീറ്റ് ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്നും കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവരുടെ നമുക്ക് പേരൊന്നും അങ്ങനെ അത്യാവശ്യമൊന്നുമില്ല. XY എന്നൊക്കെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ക്വസ്റ്റ്യനറി ആണെന്ന് കാണിക്കാം. പിന്നെ റിപ്പോർട്ട് എങ്ങനെ എഴുതേണ്ടതെന്ന് ഞാൻ അടുത്ത ദിവസം പറയാം. സമയം ഇന്നില്ല.
5 മിനിമം 1 to 5 എത്ര വേണമെങ്കിലും ആകാം, പക്ഷെ അറ്റ്ലീസ്റ്റ് 5. സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഡേറ്റ കളക്ഷൻ ആണ് ശരിക്കും. നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യനെയർ ഉണ്ടാവും. 4 ഓപ്ഷൻസ് ആണ്, യെസ്, നോ, സംടൈംസ്, നോട്ട് ഷുവർ അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം, ഈസ് എ ചൈൽഡ് ഗിവൺ ഫുഡ് വിത്ത് ഇനഫ് പ്രോട്ടീൻ, ഈസ് എ ചൈൽഡ് ഗിവൺ പ്രൊട്ടക്റ്റീവ് വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. ഈസ് ദ ചൈൽഡ് ഗിവൺ ഇനഫ് പ്ലേയിങ് ടോയ്സ്, മനസ്സിന് കളിക്കാനുള്ള സാധനങ്ങളുണ്ടോ. പെർമിറ്റഡ് ടു പ്ലേ വിത്ത് നൈബേഴ്സ് ചിൽഡ്രൻ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചു പോകാട്ടോ. കുട്ടി ഔട്ടിങ്ങിന് കൊണ്ടുപോകാറുണ്ടോ. മാം ഇത് നമ്മളെ റൈറ്റ് വരച്ച് ചെയ്യാനുള്ളതാണോ, PDF നമുക്ക് തരുമോ പ്രിന്റ് എടുക്കാൻ? വേർഡ് ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക്. ഞാൻ വേർഡ് ആയിട്ട് ഷെയർ ചെയ്യാൻ കാരണം ഈ ക്വസ്റ്റ്യൻസിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാലോ വേർഡ് ആയിട്ട് തരുമ്പോൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇത് പ്രിന്റ് എടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 5 പാരന്റ്സിനെയാണ് മിനിമം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ 5 കോപ്പി ഉണ്ടാവണം. ഒരു കോപ്പി കൊണ്ട് കാര്യമില്ല. എത്ര പാരന്റ്സിനെയാണോ മീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇതിന്റെ കോപ്പി എടുത്ത് ഒന്നുമില്ലെങ്കിൽ അവരുടെ കൊടുത്ത് ചെയ്യിക്കാം, അല്ലെങ്കിൽ ചോദിച്ചു നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ചോദിച്ചാ പോരെ? അതാ ഞാൻ പറഞ്ഞത്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ഓക്കെ അല്ല, ഇത് അത്ര ഇമ്പോർട്ടന്റ് തോന്നുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ മാറ്റാം, വേറെ ആഡ് ചെയ്യണം തോന്നുവാണെങ്കിൽ ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ വേർഡ് ഡോക്യുമെന്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോ ഇത് എഡിറ്റ് ചെയ്തൊക്കെ ചെയ്യാലോ. ഓക്കെ, ഇത് ക്ലാസ് റൂമിൽ ഇടും മാം. ക്ലാസ് റൂമിലിടാം. പിന്നെ മുകളില് ഇതിനകത്ത് തന്നെ ഫില്ല് ചെയ്താൽ മതിയോ മിസ്സേ? അതെ. അപ്പൊ ഇത് കോപ്പി എടുക്കണം. ഓക്കെ ഓക്കെ, കോപ്പി എടുത്തിട്ട് ഇപ്പൊ 5 പാരന്റ്സിനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഈ 5 പാരന്റ്സിനെ നമ്മൾ ഓരോ കോപ്പി കൊടുക്കണമല്ലോ. ഒറ്റ കോപ്പി വെച്ചിട്ട് എല്ലാരെയും കൊണ്ടും പറ്റില്ലല്ലോ. ഓരോരുത്തരുടെ അഭിപ്രായം വേറെ ആയിരിക്കുമല്ലോ. കോപ്പി എടുത്തിട്ട് നമ്മളിത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ കംപ്ലീറ്റ് ഡേറ്റ നോക്കിയിട്ട് അനലൈസ് ചെയ്യണം. ചിലര് ചിലപ്പോ പണിഷ് ചെയ്യുന്നുണ്ടാകാം, പുറത്ത് കൊണ്ടുപോകുന്നില്ലായിരിക്കാം, അങ്ങനെ കുട്ടികളെ കമ്പയർ ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കി നമ്മളൊരു അനാലിസിസ് എഴുതണം നമുക്ക് കിട്ടിയ ഡേറ്റ വെച്ചിട്ട്. പിന്നെ ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ആസ് എ ടീച്ചർ ടു ബി നമുക്കൊരു പേഴ്സണൽ അഭിപ്രായം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളുടെ ഒപ്പീനിയൻ അത് എഴുതണം. അപ്പൊ അത് എന്തൊക്കെയാണ്, റിപ്പോർട്ട് എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആദ്യം ജസ്റ്റ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ്. അത് പോരാ, ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് ഏതൊക്കെ പാരന്റ്സിനെ, ഇപ്പൊ നമുക്ക് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന പാരന്റ്സ് അതും നന്നായിരിക്കും. നമ്മുടെ ഏതൊരു ട്രെയിനിങ് ചെയ്തതാണ്, നാട്ടില് ജീവിക്കുന്നവര്, ഓവർസീസിൽ പോയിട്ടുള്ളവര്, അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തു. പിന്നെ പല ഹസ്ബൻഡും വൈഫും വർക്കിംഗ് ആയിട്ടുള്ളവര്, ഗ്രാൻഡ് പാരന്റ്സ് നോക്കുന്നവരുള്ളവരുണ്ട്, അല്ലെങ്കിൽ അമ്മ ജോലിക്ക് പോകാത്തത്, അങ്ങനെ പല പല ലെവൽസിൽ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈലുള്ള അങ്ങനെ നോക്കിയെടുത്തു. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളുടെ ഡേറ്റ കളക്ഷൻ അതിനനുസരിച്ച് നല്ല മാറ്റം ഉണ്ടാവും. നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി എവിടെയെങ്കിലും ഇന്റർവെൻഷൻ നടത്തണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ യു ഹാവ് ദ ഫ്രീഡം. കാരണം അങ്ങനെ പല ഇന്റർവെൻഷനും സർവേക്ക് പോയപ്പോ നടത്തി, അതിന് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പറയാൻ പറ്റുന്നിടത്ത് പറയാൻ പറ്റും. ഓക്കെ ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? മിസ് ഏജ് തുടങ്ങുന്ന ഏത് ഏജ് തുടങ്ങി? ചെറിയ ക്ലാസ് ആണ്, ശരിക്കും പ്രീ സ്കൂൾ ആണ് ഞങ്ങളോടൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നില്ല. സ്കൂൾ ഗോയിങ് കുട്ടികളുടെ ഏതായാലും അഡോളസൻസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ ക്ലാസ്സിലെയാണ് കൂടുതൽ പ്രിഫറൻസ്. ഓക്കെ, സോ പ്ലീസ്. നിങ്ങൾക്ക് സൈൻ ഔട്ട് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? സൈൻ ഔട്ട് ഉണ്ടോ? കോഡ്സ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല മാം. ഞാൻ പറയാം മാം. യെസ് പ്ലീസ്. Munira from Calicut. All the glitters is not the gold. Thank you, ma'am. Thank you, dears. Tata. Bye bye. Have a nice day. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.
താങ്ക് യു മാം.